Hi. So, നമ്മൾ Aldehydes, Ketones and Carboxylic acidsന്റെ സെക്കൻഡ് പാർട്ടിലോട്ട് പോവാം. പാർട്ട് 1 എല്ലാവരും കണ്ടു കാണും. ആൻഡ് ആ ക്വസ്റ്റ്യൻസ് പിന്നെ ഒന്ന് ചെയ്ത് നോക്കി കാണുമെന്ന് വിശ്വസിക്കുക. നമ്മൾ ആദ്യമേ പറഞ്ഞു നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആന്നു, വെയിറ്റേജ് കൂടുതലുള്ളതാന്നു, ആൻഡ് നല്ല രീതിയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. സോ ഡെഫിനറ്റ്ലി ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് പഠിക്കുക. ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസാണ്, കുറച്ച് റേഞ്ചുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമ്മളെടുത്ത് വന്നായിരുന്നു. അപ്പോൾ ഇനിയും സെക്കൻഡ് സെക്ഷനിലോട്ട് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്യാം. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. ഫൈൻ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദ കോമൺ നെയിം ഫോർ പെൻറ്റേൻ ഡയോയിക് ആസിഡ്. കോമൺ നെയിം കാർബോക്സിലിക് ആസിഡിനെ സംബന്ധിച്ച് കോമൺ നെയിം പല പ്രാവശ്യം പല എൻട്രൻസ് എക്സാംസിനും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കോമൺ നെയിം നമുക്ക് ചെറിയൊരു ഷോർട്ട് ഫോം ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഓർക്കാം. അപ്പോൾ ആ ഷോർട്ട് ഫോംസ് ഒക്കെ എന്താ, എങ്ങനെ നമുക്ക് എടുത്ത് കൊണ്ടുവരാം, എങ്ങനെ ഓർത്തിരിക്കാം, അതാന്നു പറയുക. സോ പെൻറ്റേൻ ഡയോയിക് ആസിഡ്, ആദ്യം അതിലോട്ട് പോവാം. പെൻറ്റേൻ ഡയോയിക് ആസിഡ് എന്താ? So this is the structure for pentane dioic acid. COOH, CH2, pentane 5 കാർബൺ വരണം. CH2 4 and COOH, right? That's pentane dioic. 1 2 3 4 5 പെൻറ്റേൻ ഡയോയിക് ആസിഡിലോട്ട് ആയി. ഇനി ഇതിൻ്റെ കോമൺ നെയിം നമുക്കൊന്ന് ഓർത്തിരിക്കാൻ ഒരു ഷോർട്ട് ഫോമും കൂടെ നമുക്ക് നോക്കാം. ഓ മൈ സൺ, ഗോ ആൻഡ്, നമ്മൾ ആഗ്രഹിക്കുന്ന പ്ലേ എന്നാ, പക്ഷെ നമുക്ക് പ്രേ എന്ന് പറയാം. ഗോ ആൻഡ് പ്രേ. അപ്പോൾ ഈ ഷോർട്ട് ഫോം വെച്ച് നമുക്ക് ഓർത്തിരിക്കാവുന്ന കാര്യം, ഒ സ്റ്റാൻഡ്സ് ഫോർ ഓക്സാലിക്. കോമൺ നെയിമിൻ്റെയാണേ കോമൺ നെയിം. കോമൺ നെയിമിന് നമ്മൾ പെട്ടെന്ന് ഓർത്തിരിക്കാനും കൂടിയാ ഈ ഒരു ഷോർട്ട് ഫോം. കോമൺ നെയിം ഒ ഓക്സാലിക്, എം മെലോണിക്, എസ് സക്സിനിക്, ജി ഗ്ലൂട്ടാറിക്, എ അഡിപ്പിക്, പി താലിക്. ഇതാണ് ഇതിൻ്റെ പേര്. ഓക്സാലിക്, മെലോണിക്, സക്സിനിക്, ഗ്ലൂട്ടാറിക്, അഡിപ്പിക്, താലിക്. അപ്പം ഇനിയും ഇതിൻ്റെ സ്ട്രക്ചേഴ്സിലോട്ട്, ഓക്സാലിക് COOH, COOH, ഇതാണ് നമ്മുടെ ഓക്സാലിക് ആസിഡിൻ്റെ സ്ട്രക്ചർ. മെലോണിക് വരുമ്പോൾ COOH, ഒരു CH2 ഇടയ്ക്ക്. ഇനി നമ്പർ ഓഫ് CH2s നമ്മൾ കൂട്ടുക. COOH, CH2 ട്വൈസ്, COH. ഗ്ലൂട്ടാറിക് ഒരു CH2 കൂടെ കൂട്ടിയേക്കാം. COH, CH2 ത്രൈസ് COH. അഡിപ്പിക് COOH, CH2 4 times COH. അപ്പം നമ്മൾ ഇത് പ്രത്യേകിച്ച് വേറെ ഓരോരോ എണ്ണം പഠിക്കേണ്ട ആവശ്യമില്ല, ആ ഷോർട്ട് ഫോം ഉണ്ടെങ്കിൽ. ഇതായിരുന്നു ഷോർട്ട് ഫോം. ഇനി പി എന്താ? പി ഈസ് താലിക് ആസിഡ്, അത് ബെൻസീൻ 1,2 ഡൈകാർബോക്സിലിക് ആസിഡ്. അപ്പോൾ ആ ഒരു ഫീൽഡിൽ പക്ഷേ ഫൈനൽ നമുക്ക് ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനായിരുന്നു. താലിക് ആസിഡ് ഈസ് ബെൻസീൻ 1,2 ഡൈകാർബോക്സിലിക് ആസിഡ്. ബെൻസീൻ 1,2 ഡൈകാർബോക്സിലിക് ആസിഡ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി നമ്മുടെ മേളിൽ പെൻറ്റേൻ ഡയോയിക് ആസിഡ്. യെസ്, യു ഫൗണ്ട് ഔട്ട് ദ റൈറ്റ്, ദാറ്റ് ഈസ് ജി ഗ്ലൂട്ടാറിക് ആസിഡ്. അപ്പോൾ നമ്മുടെ ആൻസർ ചെയ്താ ഗ്ലൂട്ടാറിക് ആസിഡ്. അപ്പോൾ ആ ഷോർട്ട് ഫോം ഓർത്തിരിക്കുമല്ലോ. സെയിം ക്വസ്റ്റ്യൻ ആവണം എന്നല്ല, അതുകൊണ്ട് തന്നെ ആ കോമൺ നെയിമും IUPAC നമുക്ക് എങ്ങനെ എടുക്കാം. ഡൺ. സോ ക്യാൻ വി മൂവ് ടു ദ സെക്കൻഡ് വൺ ദെൻ? കം ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. Write balanced chemical equations for the following reactions.
അതിൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പക്ഷെ ചില ചെറിയ റിയാക്ഷൻസും വരാമെന്ന് സാധ്യത ഉണ്ട്. ഇപ്പം തയോണിൽ ക്ലോറൈഡ്, ഒബ്വിയസ്ലി ഹാലോ ആൽക്കെയിൻസിൽ നിന്ന് കേൾക്കുന്ന പേരാ തയോണിൽ ക്ലോറൈഡ് റിയാക്ട്സ് വിത്ത് ബെൻസോയിക് ആസിഡ്. ലെറ്റ്സ് മൂവ് ടു ദ സ്ട്രക്ചർ ഓഫ് ബെൻസോയിക് ആസിഡ്. ബെൻസോയിക് ആസിഡ് alternate double bonds വരയ്ക്കാം. This is benzoic acid, the structure for benzoic acid. Thionyl chloride നമ്മൾ ഹാലോ ആൽക്കെയിൻസിൽ പ്രിപ്പറേഷനിൽ പഠിക്കുന്നതാണ്. അപ്പം ഇങ്ങനെ ഒന്ന് റിലേറ്റും കൂടെ ചെയ്ത് പഠിച്ചാൽ ഇറ്റ് വിൽ ബി ബെറ്റർ. Thionyl chloride, ആൽക്കഹോൾ പ്ലസ് thionyl chloride, വൺ ഓഫ് ദ ബെസ്റ്റ് പ്രിപ്പറേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നു. ഓക്കെ, ഇവിടെ അതല്ല, റിയാക്ട്സ് വിത്ത് അവിടെ ഉണ്ട് നമ്മുടെ thionyl chloride SOCl2. ഇനി ഒബ്വിയസ്ലി എക്സാമിന് എഴുതുമ്പോഴും ഇതിൻ്റെ താഴെ തന്നെ നമുക്ക് ആ പേരൊക്കെ എഴുതിയാൽ ഇറ്റ് വിൽ ബി ബെറ്റർ. ഇതൊക്കെ ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മറന്നു പോകാറുണ്ട്. ബട്ട് ഇംപ്രഷൻ, ടു ബി എ ബെസ്റ്റ് ഇംപ്രഷൻ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ബെൻസോയിക് ആസിഡ്, thionyl chloride, thionyl chloride. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ? ബെൻസോയിൽ ക്ലോറൈഡ് ഫോം ചെയ്യുന്നത് സിമ്പിൾ റിയാക്ഷനാ, COCl, ബെൻസോയിൽ ക്ലോറൈഡ്. ബെൻസോയിൽ ക്ലോറൈഡ് ഫോം ചെയ്യുന്നു. പിന്നെ യെസ്, അവിടെ എന്തായിരുന്നു പ്രൊഡക്റ്റ്? അത് തന്നെ, രണ്ടും ഗേഷ്യസ് സ്റ്റേറ്റിൽ, സൾഫർ ഡയോക്സൈഡ് ആൻഡ് HCl രണ്ടെണ്ണവും ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. അപ്പം അതങ്ങ് ഇവാപ്രേറ്റ് പോകുമ്പോൾ നമുക്ക് പ്യുവർ ബെൻസോയിൽ കിട്ടുമല്ലോ. അതാ thionyl ക്ലോറൈഡിൻ്റെ ഇമ്പോർട്ടൻസ്. സോ ഗേഷ്യസ് സ്റ്റേറ്റിൽ ആന്നു രണ്ടെണ്ണവും വരുന്നത്, ഇവാപ്രേറ്റ് ചെയ്യും ബെൻസോയിൽ ക്ലോറൈഡ്, യു ക്യാൻ ഗെറ്റ് ദ പ്യുവർ ഫോം. ഇപ്പം റിയാക്ഷൻ ഓക്കെ അല്ലേ? ബെൻസോയിക് ആസിഡ്, thionyl ക്ലോറൈഡ്, HOH അവിടെ നിന്ന് പോയി, മൂവ്സ് as HCl and SO2. ഡൺ. സോ കെമിക്കൽ റിയാക്ഷൻ ഇക്വേഷൻസ് എഴുതാൻ ഒരു ക്ലാരിറ്റി ഒക്കെ ഉണ്ടായില്ലേ? ഇനി ഇങ്ങനത്തെ വരുവാന്ന് എഴുതാമല്ലോ. നമ്മൾ കോറിലേറ്റും ചെയ്ത് പറഞ്ഞു, ആൽക്കഹോൾ പ്ലസ് thionyl, അവിടെ ഒരു പ്രിപ്പറേഷൻ, എ ബെറ്റർ പ്രിപ്പറേഷൻ മെത്തേഡായിട്ടാണ് വരുന്നത്. കമ്മിങ് ടു ദ നെക്സ്റ്റ് ഇക്വേഷൻ. ആസറ്റിക് ആസിഡ് ഈസ് റിയാക്റ്റഡ് വിത്ത് റെഡ് ഫോസ്ഫറസ് ആൻഡ് HI. ഇതും ഒരു കണക്റ്റഡ് ക്വസ്റ്റ്യനാണ്. ബയോമോളിക്യൂൾസിലുണ്ട്, പിന്നെ നേരെ നമ്മുടെ +1 ഹൈഡ്രോ കാർബൺസിലുണ്ട്. പ്രിപ്പറേഷൻ ഓഫ് എ ഹൈഡ്രോ കാർബൺ, അതാ പെട്ടെന്ന് ഓർത്ത് വെക്കില്ല. നമ്മൾ ഹാലോ ആൽക്കെയിൻ, ആൽക്കഹോൾ, ആൽഡിഹൈഡ്, കീറ്റോൺസ് ഇതൊക്കെ ചിന്തിക്കുള്ളൂ. ഇപ്പോൾ ആസിറ്റിക് ആസിഡ് റിയാക്ടിങ് വിത്ത് റെഡ് ഫോസ്ഫറസ്, ഈ റിയേജൻ്റ് ആണെന്ന് ഓർത്തിരിക്കുക. റെഡ് ഫോസ്ഫറസ് ആൻഡ് HI എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബണിൽ കൊണ്ടുപോവുക. ദിസ് റിയേജൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രോ കാർബൺ. അപ്പോൾ റിയേജൻ ഓർക്കുക, റെഡ് ഫോസ്ഫറസ് ആൻഡ് HI. നമ്മൾ ആസറ്റിക് ആസിഡിലോട്ട് എഴുതുക. വാട്ട്സ് ദ ഫോർമുല ഫോർ ആസറ്റിക് ആസിഡ്? CH3COOH, ദാറ്റ്സ് ആസറ്റിക് ആസിഡ് റിയാക്ടിങ് വിത്ത് റെഡ് ഫോസ്ഫറസ് ആൻഡ് HI. അപ്പോൾ റിയേജൻ്റെ യൂസ് അറിയാമെങ്കിൽ മാത്രമേ, അല്ലാതെ ഇവിടെ വലിയ നമുക്ക് മെക്കാനിസം ഒന്നും പറയാനൊക്കില്ല. റെഡ് ഫോസ്ഫറസ് ആൻഡ് HI. അപ്പോൾ HI നമുക്ക് ഇങ്ങോട്ടങ്ങ് കൊടുത്തേക്കാം റിയാക്ഷനിലോട്ട്. അപ്പോൾ ഇവിടെ എഴുതേണ്ട ഒരു ആവശ്യം വരില്ല. റെഡ് ഫോസ്ഫറസ് ആൻഡ് HI നമ്മൾ അങ്ങോട്ട് കൊടുത്തു. ഓൾറെഡി പറഞ്ഞു ഞാൻ, ഹൈഡ്രോ കാർബണാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണു അവിടെ ഒരു ബ്രേക്കേജ് എന്ന് പറയുന്നത് നടക്കുന്നത്. CH3COH, ആ CH3 ട്വൈസ് ആയി മാറും. യു ഗെറ്റ് ദ ഹൈഡ്രോകാർബൺ, യെസ്, ദാറ്റ് ഈസ് ഈത്തേൻ. അപ്പോൾ കാർബോക്സിലിക് ആസിഡ് കംപ്ലീറ്റ്ലി അങ്ങോട്ട് പൊട്ടിപ്പോവുക. ഇനി ബൈ പ്രൊഡക്റ്റ് വരുന്നത് I2 ആൻഡ് യു ഗെറ്റ് H2. അപ്പോൾ ചെറുതായിട്ട് നമ്മൾ ബാലൻസ്, ഓക്കെ, I2 അയോഡിൻ എഴുതിയില്ലേലും കുഴപ്പമില്ല, വാട്ടർ പിന്നെ എഫക്റ്റീവാണ് എല്ലാം എഴുതിക്കോ, I2 ആൻഡ് വാട്ടർ. ഒരു ചെറിയ ബാലൻസിങ് ഒക്കെ ഇല്ലേ? റൈറ്റ്. സോ ആ ബാലൻസിങ്ങിലോട്ടൊന്ന് പോയേക്കാം. I2 ആ, പക്ഷേ H കമ്പാറ്റ് ചെയ്യുന്നില്ല. സോ ലെറ്റ്സ് ഗോ ഫോർ 3I2.
അത് സാധാരണ രീതിയിലൊക്കെ ബാലൻസ് ചെയ്താൽ മതി. ആൻഡ് ദാറ്റ്സ് വൈ ഡെഫിനറ്റ്ലി എച്ചിൻ്റെ നമ്പർ എടുക്കുമ്പോഴത്തേക്ക് 4 + 3 7 + 3 10. സോ കറക്റ്റ് അല്ലേ ഇവിടെ വന്നേ? 6H 7H + 3H ആൻഡ് O2. അപ്പോൾ ദാറ്റ്സ് എ സിമ്പിൾ ബാലൻസിങ്, നോർമൽ ബാലൻസിങ് ചെയ്താൽ മതി. സോ അസറ്റിക് ആസിഡ് എടുത്തു, HI ഹൈഡ്രോ എഡിക് ആസിഡ്, റെഡ് ഫോസ്ഫറസ്, ഇവിടെ HI എഴുതിയോണ്ട് നമ്മൾ ഇവിടെ നിന്ന് അങ്ങ് മാറ്റുകയാണേ. We get the hydrocarbon, ethane, iodine and water is obtained. ഇപ്പോൾ സെക്കൻഡ് റിയാക്ഷൻ ഒക്കെ അല്ലേ? ആ റിയേജനെ ഓർത്തോളൂ. റെഡ് ഫോസ്ഫറസ് HI എന്ത് തരും? ഹൈഡ്രോ കാർബൺ. ഇങ്ങനെ ഓരോരോ റിയാക്ഷനിൽ നമ്മൾ ആ റിയേജനെ ഐഡൻറ്റിഫൈ ചെയ്താൽ നമുക്ക് ഓർഗാനിക് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് ഒന്ന് നീങ്ങിയേക്കാം. ആസിറ്റിക് ആസിഡ് ട്രീറ്റഡ് വിത്ത് സിങ്ക് മെറ്റൽ, എനി ആസിഡ് പ്ലസ് റിയാക്റ്റീവ് മെറ്റൽ ഓർ മെറ്റൽ, റിയാക്റ്റീവ് മെറ്റലേ റിയാക്ട് ചെയ്യുള്ളൂ. Acetic acid and a reactive metal will liberate hydrogen gas. അപ്പോൾ acetic acid CH3 COOH reacting with zinc metal, so as to form, yes, definitely it is hydrogen gas. മെറ്റൽ പ്ലസ് ആസിഡ് ഗിവ്സ് സോൾട്ട് ആൻഡ് ഹൈഡ്രോജൻ. അപ്പോൾ ഇനി ആ സോൾട്ട് നമുക്കൊന്ന് എഴുതണ്ടേ? ഈ സോൾട്ടിന് സിങ്ക് ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരും? നമ്മുടെ DNF ബ്ലോക്ക് എന്ന് പറയുന്നത് Zn ഈസ് ഇൻ ഇറ്റ്സ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് Zn+2 അല്ലേ? അപ്പോൾ രണ്ടാളെ എടുക്കേണ്ടി വരത്തില്ലേ? യെസ്, CH3 COO twice zinc. So results in the formation of zinc acetate and hydrogen gas is liberated. Right? Zinc acetate and hydrogen. ഇത് കോമൺലി ജസ്റ്റ് പറയാവുന്ന ഏതൊരു ആസിഡും മെറ്റലിൻ്റെ കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് സോൾട്ട് ആൻഡ് ഹൈഡ്രോജൻ. പിന്നെ അവിടെ ചെറിയ എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ നമുക്ക് വലിയതായിട്ട് അത് ബാധിക്കുന്നില്ല. ഇപ്പോൾ ഇമ്പോർട്ടൻറ്റും ചിലത് ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നമുക്ക് ചോദിക്കാവുന്നേ ഉള്ളല്ലോ. ഇപ്പം കെമിക്കൽ ഇക്വേഷൻസ് എഴുതി റെഡിയായി എങ്ങനെയൊക്കെയാണ്? ആസിറ്റിക് ആസിഡ് ഇതൊക്കെ എഴുതിക്കോ. ആസിറ്റിക് ആസിഡ് ഇനി സിങ്ക് എഴുതിക്കാം, ഓക്കെ എഴുതിക്കാം. അപ്പോൾ ആ റെപ്രസെൻറ്റേഷൻ ഒന്ന് കറക്റ്റ് രീതിയിലൊന്ന് വന്നോട്ടെ. റൈറ്റ്? സോ ദാറ്റ്സ് എ കംപ്ലീറ്റ് ഹോൾ അബൌട്ട് കെമിക്കൽ ഇക്വേഷൻ. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ CBSE ലാസ്റ്റ് ഇയറുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഒബ്വിയസ്ലി വന്നിട്ടുണ്ട്. അതും ഒരു 3 മാർക്സ് 5 മാർക്സ് ഒക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലാണ് വരുന്നത്. ഇതിൻ്റെ പ്രാക്ടീസ് ഇട്ടാൽ മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാനൊക്കെ ഉള്ളൂ. കുറേ സമയം എടുക്കത്തില്ല, പക്ഷെ ചിന്തിക്കുന്ന ക്വസ്റ്റ്യനാണ്. കുറേ എഴുതാനില്ല, പക്ഷേ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടാവുന്ന കറക്റ്റ് ആണെങ്കിൽ കംപ്ലീറ്റ് മാർക്സ്. സോ കൂടുതൽ കണ്ടൻറ്റ് എഴുതാനില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ വി റെക്കഗ്നൈസ്. ഇപ്പം വലിയ ആൻസറോ ഒന്നുമല്ല, ഇറ്റ്സ് എ റെക്കഗ്നേഷൻ, ഇറ്റ്സ് എ ഡിസ്റ്റിങ്വിഷിങ് ടെസ്റ്റ്. നമുക്ക് 5 ചാപ്റ്ററൊക്കെ ഓർഗാനിക്കിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് അറിയാമെങ്കിൽ ഇതൊരു ബുദ്ധിമുട്ടേ അല്ല. സോ ബൾക്കി ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അയ്യോ ഇതെന്തോ A gives B, B gives C, ബട്ട് ദ ഓൺലി തിങ് ഈസ് ഇഫ് യു നോ ദ കൺസെപ്റ്റ് പ്രോപ്പർലി യു ക്യാൻ സോൾവ് എനി ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആ കൺസെപ്റ്റ് കറക്റ്റായിട്ട് അറിയണം. അപ്പം നോക്കിയേക്കാം നമുക്ക് എന്താ ക്വസ്റ്റ്യൻ. പറഞ്ഞല്ലോ എഴുതാൻ ഒത്തിരി ഇല്ല, ക്വസ്റ്റ്യൻ കണ്ടിട്ട് മാത്രമേ ഉള്ളൂ ബൾക്കി ക്വസ്റ്റ്യൻ. എ കമ്പൗണ്ട് എ, ഒരു കമ്പൗണ്ട് എ, അതിൻ്റെ മോളിക്കുലർ ഫോർമുല തന്നത് C5H10O gives a positive 2,4-dinitrophenylhydrazine test, 2,4-DNP test, but a negative ആണ് ടോളൻസ് ടെസ്റ്റ്. ടോളൻസ് ടെസ്റ്റ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അവർ ആൽഡിഹൈഡ് അല്ലല്ലോ, റൈറ്റ്? ഇപ്പം 2,4-DNP ടെസ്റ്റ് തരുന്ന ആൾക്കാർ 2,4-DNP തരുന്നത് ആൽഡിഹൈഡും തരും കീറ്റോണും തരും. ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ രണ്ടും തരും.
അതാ ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ്, ടോളൻസ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ ആൽഡിഹൈഡ്. ടോളൻസ് ടെസ്റ്റ് ഈസ് ഫോർ ആൽഡിഹൈഡ് ഓൺലി, ഈസ് ഫോർ ആൽഡിഹൈഡ്. അപ്പം ടോളൻസ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് എ ആൽഡിഹൈഡ്. സോ ഗിവൻ ടോളൻസ് നെഗറ്റീവാണ്, ടോളൻസ് നെഗറ്റീവ്. സോ നമ്മളുടെ നിശ്ചയം കറക്റ്റായിട്ട് 2,4-DNP ആൽഡിഹൈഡ് വരാം, കീറ്റോൺ വരാം. പക്ഷേ ടോളൻസ് നെഗറ്റീവ് ആയോട് നമ്മൾ ഉറപ്പിച്ചു ഇറ്റ് ഷുഡ് ബി എ കീറ്റോൺ. അപ്പം നമ്മുടെ ഫോർമുലേഷൻ പറയുന്നത് എ ഹാസ് ടു ബി എ കീറ്റോൺ. ഇനി ആ കീറ്റോണ് സി ഡബിൾ ബോണ്ടോ എവിടെ വരും എന്നല്ലേ ഫർദർ. But a negative tolerance test. It can be oxidizing to carboxylic acid B of molecular formula C3H6O2. Molecular B with a molecular formula C3. അപ്പോൾ മോളിക്കുലർ ഫോർമുല C3 വരണേൽ ആ C3-ലായിരിക്കണല്ലോ CO എന്ന് പറയുന്ന ഗ്രൂപ്പ്. അപ്പോൾ ബി എന്ന് പറയുന്ന ആള് C3H6O2 ആ. ദാറ്റ് മീൻസ് നമ്മുടെ കീറ്റോൺ എങ്ങനെയായിരിക്കണം? സംതിങ് ഓഫ് ഈ സ്കെലിറ്റൻ അല്ലേ, ഈ ഒരു സ്കെലിറ്റൻ പാർട്ടല്ലേ വരണ്ടേ, 5 കാർബൺ. ഇത് ബി നമുക്ക് കാർബോക്സിലിക് ആസിഡ് വരുന്നത് C3-ല. അപ്പോൾ C3-ലെ കീറ്റോണിക് ഗ്രൂപ്പ് വരേണ്ടത്. സോ വി ക്യാൻ ഡിഡക്ട്, നോക്കാം, ഇതായിരിക്കാം എന്ന് നമ്മളൊരു ഊഹം പറയുക. ക്യാൻ ബി ദിസ് വൺ. ഇനി അടുത്തത്, വെൻ ട്രീറ്റഡ് വിത്ത് അൽക്കലൈൻ KMnO4, ട്രീറ്റഡ് വിത്ത് അൽക്കലൈൻ KMnO4 വെച്ച് ചെയ്യുമ്പോൾ ഇവിടെ ബ്രേക്കേജ് സംഭവിച്ചു ആൻഡ് നമുക്ക് കിട്ടുന്നത് CH3CH2 C ഡബിൾ ബോണ്ട് O C ഡബിൾ ബോണ്ട് O OH. കാർബോക്സിലിക് ആസിഡ് കിട്ടിയില്ലേ? ആൻഡ് തൊട്ടപ്പുറത്തെ ആളും കാർബോക്സിലിക് ആസിഡായി മാറും, CH3COH. പിന്നെ ഇത് നമുക്ക് വേണ്ട, ഇതാന്നു നമ്മുടെ ബി, CH3CH2COH. അപ്പോൾ കമ്പൗണ്ടിൻ്റെ അടുത്തോട്ട് വന്നില്ലേ? ഇനി അടുത്ത പറയുക, ഈ ദ സോൾട്ട് ഓഫ് ബി, ബിയുടെ സോൾട്ടാണ്, ഇത് ബിയാ. സോൾട്ട് ഓഫ് ബി എന്ന് പറയുമ്പോൾ സോഡിയമോ പൊട്ടാഷ്യോ, സോൾട്ട് ഓഫ് ബി. Salt of B is CH3CH2 C double bond O ONA. Salt of Bi. Is salt of B gives a hydrocarbon C on Kolb's electrolytic decarboxylation. Kolb's electrolytic again നമ്മുടെ +1 പോയി. അപ്പോൾ ഇതിനെ കോൾബ്സ് ഇലക്ട്രോലൈറ്റിക് പ്രോസസ് ചെയ്യാം. കോൾബ്സ് ഇലക്ട്രോലൈറ്റിക്. കോൾബിൻ്റെ ഇലക്ട്രോലൈറ്റിക് പറയുന്നത് COONA അങ്ങോട്ട് പൊട്ടിപ്പോവും, ബാക്കി എത്ര കാർബൺ ഉണ്ട് അതിനെ ഡബിൾ ആക്കുക. കോൾബിൻ്റെ പറയുന്ന CONA ഒഴിഞ്ഞു പൊക്കോളും, CO2ഉം NaOHഉം ഹൈഡ്രജനായിട്ട്. ആൻഡ് ബാക്കിയുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ഡബിൾ ആവുക. അപ്പം അത് ഡബിളായാൽ എങ്ങനെയിരിക്കും? 2 കാർബൺ 4 കാർബണിലോട്ടല്ലേ പോവുക. സോ ഫ്രം 2 കാർബൺ ഇറ്റ് ബിക്കംസ് എ 2 കാർബണീന്ന് ഇറ്റ് ഗോസ് ഫോർ എ 4 കാർബൺ. ദാറ്റ് ഈസ് ബ്യൂട്ടേൻ. ഇപ്പോൾ സിമ്പിളായിട്ട് വന്നില്ലേ? അപ്പോൾ ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്തത് നമ്മൾ എ, അവർ മോളിക്കുലർ ഫോർമുല ആൽഡിഹൈഡാണെന്ന് മനസ്സിലായി, പക്ഷേ ആൽഡിഹൈഡാണെന്നോ കീറ്റോണാണെന്നോ ഒന്ന് ഉറപ്പ് പറയാൻ ഒക്കുന്നില്ലായിരുന്നു. പക്ഷെ അവർ തന്ന ഇൻസ്റ്റൻസ് അനുസരിച്ച് DNP 2,4-ഡൈനൈട്രോ-ഫിനൈൽ ഹൈഡ്രാസീൻ ചെയ്യുവാന്നേ ആൽഡിഹൈഡ് വരാം, കീറ്റോൺ വരാം. ടോളൻസ് ടെസ്റ്റ് നെഗറ്റീവ്. ടോളൻസ് ടെസ്റ്റ് ആൽഡിഹൈഡിനുള്ള കൺഫർമേറ്ററിയാണ്. ടോളൻസ് ഗിവൻ ടോളൻസ് ടെസ്റ്റ് നെഗറ്റീവ് എന്ന് പറഞ്ഞു, അപ്പോഴേ നമുക്ക് ഉറപ്പിക്കാം ടോളൻസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എൻ ആൽഡിഹൈഡ്, ഇറ്റ് ഷുഡ് ബി എ കീറ്റോൺ. അതോട് നമ്മൾ ഈ കീറ്റോണാണെന്ന് പറഞ്ഞു.
പിന്നെ ബി C3 എന്ന് തന്നു. അതിൻ്റെ അർത്ഥം ആ C ഡബിൾ ബോണ്ട് നമ്മുടെ മൂന്നാമത്തെ കാർബണിലായിരിക്കണം. അത് ചെയ്തിട്ട് ഓക്സിഡൈസ് ചെയ്തപ്പോൾ വി ഗോട്ട് 2 കമ്പൗണ്ട്സ്. അതിൻ്റെ സോൾട്ട് എടുത്തു, കോൾബ്സ് ഡബിൾ. ഇനി ഇത്രയും നമ്മൾ കംപ്ലീറ്റ് എഴുതി കഴിഞ്ഞിട്ട് ഫൈനൽ നമ്മുടെ ആൻസർ അത് എഴുതാൻ മറക്കല്ലേ. ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ഫൈനൽ ആൻസറിന് എഴുതാനല്ല, വാട്ട് ഈസ് എ ബി ആൻഡ് സി അല്ലേ. അപ്പം നമ്മുടെ എ എന്ന് പറയുന്നത് കീറ്റോണിലെ ഇറ്റ് ഷുഡ് ബി യെസ്, അതിൻ്റെ നെയിമിങ്ങിലോട്ട് വരിക. പെൻടാൻ 3-on. അപ്പോൾ ഈ കാണുന്നവർക്കും ഈ ഒരു മിക്സ്ചർ ചിലപ്പം കുറച്ച് പാട് വരും. അതുകൊണ്ട് ഇതിലോട്ട് എഴുതുക. ബി എന്ന് പറയുന്നത് എന്താ? യെസ്, ഇറ്റ് ഈസ് പ്രൊപ്പനോയിക് ആസിഡ്. പ്രൊപ്പനോയിക് ആസിഡ് 3 കാർബണിൻ്റെ ആസിഡ്. ആൻഡ് നമ്മുടെ സി എന്ന് പറയുന്നത് കോൾബ്സ് കഴിഞ്ഞിട്ട് യെസ് ദ 4 കാർബൺ ദാറ്റ് ഈസ് ബ്യൂട്ടേൻ. അപ്പോൾ ആ ഫൈനൽ ആൻസർ നമ്മളിങ്ങനെ ABC എടുത്ത് എഴുതണം. ദാറ്റ് ഈസ് ദ കറക്റ്റ് ഇൻഡിക്കേഷൻ. പെൻറ്റാൻ 3-on. ഇതൊക്കെയാണ് മാർക്ക് സെക്യൂറിങ് എന്ന് പറയുന്നത്. സെക്കൻഡ് വണ് പ്രൊപ്പനോയിക് ആസിഡ് വന്നു ആൻഡ് തേർഡ് വൺ ഈസ് ബ്യൂട്ടേൻ. ഒരു മാർക്ക് പോലും ക്യാൻസൽ ചെയ്യേണ്ട ഒരു രീതിയിലും ഒക്കത്തില്ല. കാരണം യു ഹാവ് റിട്ടൺ ദ ഹോൾ റിയാക്ഷൻ. ഓരോരോ കാര്യങ്ങൾ എടുത്ത് എഴുതിയിട്ടുണ്ട്. യു വിൽ ഗെറ്റ് ഫുൾ മാർക്സ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടുതലൊന്ന് പ്രാക്ടീസ് ചെയ്യുക. കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഡിമാൻഡബിൾ ആവും. അതെ, അത് ആൽഡിഹൈഡ് കീറ്റോൺ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഡിമാൻഡ് ആവും. കാരണം ആൽക്കഹോൾ ചേരും, ഹാലോ ചേരും, പിന്നെ മീൻസ് കുറച്ച് ചേരും. അത് അങ്ങോട്ട് വന്ന ചാപ്റ്റർ അല്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നീങ്ങല്ലേ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒരു ചലഞ്ചിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും കൂടെ അല്ലേ, ഒരു ഇൻട്രസ്റ്റിംഗ്. നെക്സ്റ്റ് ഒരു ഗിവ് റീസണിലോട്ടാണ് പോവുക. ഫ്ലോറോ അസറ്റിക് ആസിഡ് ഈസ് എ സ്ട്രോങ്കർ ആസിഡ് ദാൻ അസറ്റിക് ആസിഡ്. അതെന്താ ഫ്ലോറോ അസറ്റിക് ആസിഡ്? ആസിഡിക് സ്ട്രെങ്ത് കൂട്ടുന്നത്. ഈ ആസിഡ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് വേണം എന്ന് പറയുന്ന ആൾക്കാരാണ്. ഇലക്ട്രോൺസ് വേണം, ഇലക്ട്രോൺ അങ്ങ് വലിക്കുക, അതാന്നു ആസിഡിക്. അല്ലേ നമുക്ക് പറയാം സാധാരണ എച്ച് റിലീസ് ചെയ്യുന്നത്. ഇതെല്ലാം ആസിഡിൻ്റെ ഓരോരോ ടേംസാണ്. അപ്പോൾ ഈ ഫ്ലോറോ ആസിറ്റിക് ആസിഡിനെക്കാട്ടും എന്താ സ്ട്രോങ്ങർ ആസിഡ് ആവാൻ? ആ പേര് കേൾക്കുമ്പോൾ അറിയാം ഫ്ലോറോ. ഇനി ഇതിൽ എന്തൊക്കെ പോയിൻറ്റ്സ് നമുക്ക് എടുക്കാം. ഫ്ലോറോ എങ്ങനത്തെ ഗ്രൂപ്പാണ്? ഇലക്ട്രോൺ കൊടുക്കുന്ന ആളാണെന്നോ വലിക്കുന്ന ആളാണെന്നോ? യെസ്, ഫ്ലോറോ ഈസ് ആൻ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്. ഫ്ലോറോ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പാണ്. ആൻഡ് നമ്മുടെ ആസറ്റിക് ആസിഡ് എങ്ങനത്തെ ആളാണ്? ആസറ്റിക് ആസിഡിൽ മിത്തൈലല്ലേ ഗ്രൂപ്പ്, CH3 അല്ലേ ആസറ്റിക് ആസിഡ്. അപ്പം ഈ ആസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് എന്തായി മാറി? യെസ്, മിത്തൈൽ ഈസ് എ ഇലക്ട്രോൺ ഗിവിങ് ഗ്രൂപ്പ്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. ഓക്കെ ആണോ ഫസ്റ്റ് പോയിന്റ്? അപ്പം അത് സൈമിൾട്ടേനിയസ്ലി വേണേൽ എഴുതാം. ഫ്ലോറോ ഇലക്ട്രോൺ വിഡ്രോയിങ് മിത്തൈൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പം ഫ്ലോറോ വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആയതുകൊണ്ട് കാർബണിൽ ഇവിടെ ഇപ്പോൾ ഈ കാർബണിൽ ഇലക്ട്രോൺസ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഫ്ലോറോ ആസറ്റിക് ആസിഡ് CH2F C ഡബിൾ ബോണ്ട് OH. അപ്പം ഫ്ലോറോ ഉള്ളപ്പോൾ ഇലക്ട്രോൺസ് മൊത്തം വലിക്കുകയല്ലേ. അപ്പം കാർബണിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്തായി പോവും? കുറയും. സോ ഇലക്ട്രോൺ ഡെൻസിറ്റി ഓൺ ദി കാർബണിൽ കാർബൺ, ഓൺ കാർബണിൽ കാർബൺ എന്താവും? കാർബണിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയും, ഫ്ലോറോ വലിക്കും. ഇലക്ട്രോൺ ഡെൻസിറ്റി ഓൺ കാർബണിൽ കാർബൺ, കാർബണിൽ കാർബൺ കാർബണിൽ കാർബൺ ഗ്രൂപ്പ് എന്ന് വേണ്ട, കാർബണിൽ കാർബൺ
decreases. Carbonyl carbon decreases. Right? Okay. Carbonyl carbon decreases. Right? അപ്പോൾ കാർബണിൽ കാർബൺ ഡിക്രീസ് ആകുമ്പോൾ ഓൾറെഡി സ്റ്റെബിലിറ്റി കൂടത്തില്ലേ? റൈറ്റ്? അപ്പോൾ രണ്ട് പോയിൻറ്റും കൂടെ ഇടാം. ഇവിടെ ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഇലക്ട്രോൺ ഡെൻസിറ്റി CH3 കൊടുക്കുക അങ്ങോട്ട്. അപ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി ഓൺ കാർബണിൽ കാർബൺ കൂടും. ഓൺ കാർബണിൽ കാർബൺ ഇവിടെ ഇലക്ട്രോൺ CH3 കൊടുക്കുക. ഓൺ കാർബണിൽ കാർബൺ ഇൻക്രീസസ്. വലിക്കുന്ന ആൾക്കാർ കുറയ്ക്കും, കൊടുക്കുന്ന ആൾക്കാർ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂട്ടും. ഇതോടെ എന്തായി മാറും? ഇറ്റ് സ്റ്റെബിലൈസസ് ദ കോൺജുഗേറ്റ് ബേസ്. അതിൽ നിന്ന് ഉണ്ടാവുന്ന മീൻസ് കാർബണിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി വലിച്ചു കഴിയുമ്പോൾ ഇറ്റ് സ്റ്റെബിലൈസസ്. ഇത് പിന്നെ എഴുതിയ കംപ്ലീറ്റ് ഒരു ഫോമാറ്റ്. It stabilizes the conjugate base through delocalization of negative charge. Delocalization of negative charge. കണ്ടോ എത്രയും പോയിന്റ്സ് ഉണ്ട്. അതേ സമയത്ത് ഇവിടെ എന്താ ചെയ്യുന്നത്? It destabilizes. അതിന് കാരണം ഇലക്ട്രോൺ വലിക്കുന്നതല്ലേ. സോ ദാറ്റ്സ് വൈ ഫ്ലോറോ അസറ്റിക് ആസിഡ് ആൻഡ് ഹെൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ ഫ്ലോറോ അസറ്റിക് ആസിഡ് ഈസ് എ സ്ട്രോങ്ങർ ആസിഡ് ദാൻ ആസിഡ്. ഇപ്പോൾ കാരണങ്ങൾ ക്ലിയർ ആയില്ലേ? ഫ്ലോറിൻ വലിക്കുന്ന ആളാണ്, അതുകൊണ്ട് കാർബണിൽ ഡെൻസിറ്റി കുറച്ചു, അതോട് കോൺജുഗേറ്റ് ബേസ് സ്റ്റേബിളായി മാറി. അതേ സമയത്ത് മിഥൈൽ കൊടുക്കുന്ന ആളാണ്, കൊടുത്ത് അങ്ങ് നിറഞ്ഞു പോയതുകൊണ്ട് സ്റ്റെബിലിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി, ഡീസ്റ്റെബിലൈസസ്. ആൻഡ് ദാറ്റ്സ് വൈ ഫ്ലോറോ ഈസ് എ സ്ട്രോങ്ങർ ആസിഡ് ദാൻ അസറ്റിക് ആസിഡ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഇത് പോയിൻ്റ് വൈസ് തന്നെ എഴുതാം, നല്ല എമൗണ്ട് പോയിൻറ്റ്സും ഉണ്ട്. അനാവശ്യമായിട്ട് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് വലിച്ചങ്ങ് നീട്ടുക എന്നല്ല, ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് അത് അതേമാതിരി തന്നെ ഇരിക്കണം. അപ്പം നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട്. അഗെയിൻ ദാറ്റ് 3 മാർക്ക് ഓർ 5 മാർക്ക് ക്വസ്റ്റ്യൻ. അപ്പം നോക്കിയേക്കാം എന്താ. ആൻ ഓർഗാനിക് കമ്പൗണ്ട് എ വിത്ത് മോളിക്കുലർ ഫോമുല. ആ ഫോമുല കാണുമ്പോൾ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഈ C6ൻ്റെ മണ്ടയ്ക്ക് വരുന്നത് C8H8. C6ൻ്റെ മേളിൽ വരുന്ന 6ൻ്റെ മേളിൽ വരുന്നപ്പോൾ റിങ് ആണെന്നൊരു സംശയം. ക്യാൻ ബി എ റിങ് ടൈപ്പ്, അങ്ങനെ സംശയിക്കാം. നമ്മൾ എവിടെയെങ്കിലും ആ C6ൻ്റെ മണ്ടയ്ക്ക് വരുമ്പോൾ ഇറ്റ് ക്യാൻ ബി എ റിങ് ടൈപ്പ്. gives positive DNP test and iodoform test. DNP പോസിറ്റീവ് ആണെങ്കിലോ യെസ് can be aldehyde or ketone അല്ലേ. അപ്പോൾ അവിടെ പിന്നെയും തന്നിരിക്കുന്നത് എന്താ? 2,4-DNP ആണേ. ഇറ്റ് ഡസ് നോട്ട് റെഡ്യൂസ് ടോളൻസ് ഓർ ഫെയിലിങ്സ്. അപ്പോൾ പിന്നെ പോയി, ആൽഡിഹൈഡ് എ അല്ല. ടോളൻസ് നെഗറ്റീവ്, സോ നോട്ട് ആൻ ആൽഡിഹൈഡ്. It's a ketone. Okay. So not an aldehyde, it's a ketone. ഇനി and does not decolorises, ഒരു വേർഡിങ് കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ does not decolorises bromine water. അപ്പം നമ്മളെല്ലാം ഇതിനെല്ലാം നമ്മുടെ വ്യൂസാണ് കേട്ടോ.
ബ്രോമിൻ വാട്ടറിനെ ഡീകളറൈസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഇത് സ്ട്രേറ്റ് ചെയിനിൻ്റെ ഡബിൾ ബോണ്ട് അല്ല, റിങ്ങിലെ ഡബിൾ ബോണ്ടാണ്. ഡസ് നോട്ട് ഡീകളറൈസസ് ബ്രോമിൻ വാട്ടർ എന്ന് പറയുന്നത് സ്ട്രേറ്റ് ചെയിനിൻ്റെ ഡബിൾ ബോണ്ട് അല്ല, റിങ്ങിലെ ഡബിൾ ബോണ്ട് ആണ്. അപ്പം അങ്ങനെയാണേ ഒബ്വിയസ്ലി നമ്മുടെ എ നമുക്കൊരു കണക്ക് കൂട്ടലനുസരിച്ച് എടുക്കാം. ഇറ്റ് ഈസ് പോസിറ്റീവ്, ഇനിയും പോയിൻറ്റ്സ് എഴുതാം. DNP positive, so an aldehyde or a ketone. So an aldehyde or ketone. Right? പിന്നെ പറയാം ടോളൻസ് ഫെയിലിങ്സ്. ടോളൻസ് ആൻഡ് ഫെയിലിങ്സ് നെഗറ്റീവ്. So compound A should be a aldehyde, should be an aldehyde. Sorry, should be a ketone. Tolerance test, Fehling's test negative alle. So compound A should be a ketone. Should not be an aldehyde, it should be a ketone. Next, does not decolorize bromine water. Does not decolorize bromine. Decolorize bromine. അതിൻ്റെ അർത്ഥം അവരൊരു റിംഗ് ആയിരിക്കും. That means it is a ring type compound. A ring type. ഇനി ഇതെല്ലാം കണക്കിലെടുത്ത് കറക്റ്റ് ഫോമുലയും കൂടെ വന്നിട്ട് നമുക്ക് ഈ എ ഒന്ന് ഡിറ്റർമൈൻ. കീറ്റോൺ ആയിരിക്കണം, റിങ് ടൈപ്പ് ആയിരിക്കണം, ഡബിൾ ബോണ്ട് ഒക്കെ ഉള്ളതും ആയിരിക്കണം. അപ്പോൾ എ എന്ന് പറയുമ്പോൾ നമുക്ക് കണക്ക് കൂട്ടിയേക്കാമല്ലോ. C6 പക്ഷേ 8 വേണ്ടേ, കീറ്റോണും വേണമല്ലോ. ഇപ്പോൾ C ഡബിൾ ബോണ്ടോ CH3 പറയാമല്ലോ. ഇനി അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം അയോഡോഫോം. അപ്പോൾ ഒരു മിഥൈൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ. സോ ദേ ഗോ ഫോർ അയോഡോഫോം. ഇനി ടോട്ടൽ കാർബണിൻ്റെ C8 H8 O ആണെന്ന് ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഓഫ് ഇതെന്ത് കമ്പൗണ്ടാ? യെസ്, ഇറ്റ് ഈസ് ആസിറ്റോഫിനോൺ. ആസിറ്റോഫിനോൺ. അടുത്ത് ഓൺ ഓക്സിഡേഷൻ വിത്ത് ക്രോമിക് ആസിഡ്. ഇതിനെ നമുക്ക് ഓക്സിഡൈസ് ചെയ്യുക ക്രോമിക് ആസിഡ് വെച്ച് H2CrO4. സിമ്പിൾ തിങ്. ഇറ്റ് ഗീവ്സ് എ കാർബോക്സിലിക് ആസിഡ് വിത്ത് ദ മോളിക്കുലർ ഫോർമുല. സോ ദിസ് ഈസ് അവർ കമ്പൗണ്ട് എ. ഓക്സിഡേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യണ്ടേ ഓക്സിഡേഷൻ. സോ ദാറ്റ് വിൽ ബി അവർ benzoic acid, C7H6O2. That will be benzoic acid, right? Benzoic acid, and that's our compound B. And our final answer is, നമ്മുടെ final answer പറയുന്നത് A is acetophenone. Structure എഴുതിക്കോ, deduce the structures na. Acetophenone, C double bond O CH3, and B will be benzoic acid. Structure എഴുതിക്കോണേ, ബെൻസോയിക് ആസിഡ്. കാരണം ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സ്ട്രക്ചർ എഴുതാനൊക്കെ ഉള്ളൂ. ബെൻസോയിക് ആസിഡ്. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? നല്ല രീതിയിൽ വരാമോ? ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. സോ അഗെയിൻ can be repeating for this year also. ഇപ്പോൾ 2025 അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരാൻ വളരെ കൂടുതൽ സാധ്യതയുണ്ട്. അപ്പം നെക്സ്റ്റിലോട്ട് വന്നേക്കാമല്ലോ. ഇപ്പം കുറച്ച് ഹെവി ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ ഒന്ന് ലൈറ്റ് ആവുക. ഹെൽ-വോൾഹാർഡ്സ് റിയാക്ഷൻ. നമ്മൾ ഇത്രയും വലിയ വേർഡൊക്കെ പറയുന്ന സ്ഥലത്ത് ഇതിനൊരു ഷോർട്ട് ഫോം ഉണ്ട് അല്ലേ? HVZ. The whole group is involved in the reaction. Yes, ഏതിലാ വരുന്ന ഈ റിയാക്ഷൻ? കാർബോക്സിലിക് ആസിഡിനകത്ത്. HVZ, ഹെൽ-വോൾഹാർഡ്സ് ജെലിൻസ്കീസ് റിയാക്ഷൻ.
ആൽഫ കാർബൺ, നമ്മൾ ഓർക്കുന്നില്ല CH3COH, ഫോസ്ഫറസ്, ബ്രോമിനോ അയഡിനോ ഏത് വേണേലും എടുത്തോ, എന്നിട്ട് ഹീറ്റ് ചെയ്യുക. അപ്പം അങ്ങനെയാണെങ്കിൽ ആൽഫ ഹാലോ ആസിഡ്സ് ആർ ഒബ്റ്റെയിൻഡ്. അങ്ങനെ ഒരു റിയാക്ഷൻ ഇല്ലേ? ആൽഫ ഹാലോ ആസിഡ്സ് ആർ ഒബ്റ്റെയിൻഡ്. ഈ കാർബണിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട് അത്രയും നമുക്ക് ഹാലജനായിട്ട് മാറ്റാം. സോ ഓരോരോ ആണെങ്കിൽ CH2 ഒരു BRI-COH. ഇനിയും ചെയ്തൊക്കെ പോവാം. സോ ദാറ്റ് വാസ് ഫോസ്ഫറസ് ഇൻ ബ്രോമിൻ. ഫോസ്ഫറസ് ആൻഡ് ബ്രോമിൻ. ക്ലിയർ? സോ ദാറ്റ് വാസ് അബൌട്ട് കാർബോക്സിലിക് ആസിഡ്സ്. നമ്മൾ പഠിക്കുന്നതും HVZ കാർബോക്സിലിക് ആസിഡിനകത്ത്. സിമ്പിൾ അല്ലായിരുന്നോ? നെക്സ്റ്റ് പിന്നെ ഒരു ഗിവ് റീസൺ. അപ്പോൾ ഇഷ്ടംപോലെ ഗിവ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. കാർബോക്സിലിക് ആസിഡ് ഡു നോട്ട് ഗീവ് ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻസ് ഓഫ് കാർബണിൽ ഗ്രൂപ്പ്. അതിൻ്റെ അർത്ഥം കാർബണിലാണ് കുറേ കൂടെ റിയാക്റ്റീവ്, കാർബോക്സിലിക് അത്ര റിയാക്റ്റീവ് അല്ല, അതുകൊണ്ട് ഫുള്ള് റിയാക്ഷൻ തരത്തില്ല. ഇനി എന്താ ഈ കാർബോക്സിലിക് റിയാക്റ്റീവ് അല്ലാതെ നമുക്കൊന്ന് നോക്കിയേക്കാം. അപ്പോൾ കുറച്ച് സ്ട്രക്ചർ വെച്ചാൽ പിന്നെ വേർഡിങ്സിലോട്ട് എഴുതാം. ഇതാണ് നമ്മുടെ കാർബോക്സിലിക് ഗ്രൂപ്പ്. കാർബോക്സിലിക് അത്ര റിയാക്റ്റീവ് അല്ല എന്നാ എന്തായിരിക്കും? ഇപ്പോൾ കാർബൺ ആ സൈറ്റ് ഓഫ് റിയാക്ഷൻ. ഈ കാർബണും ഓക്സിജനകത്ത് ഓക്സിജനിലെ കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ്. അപ്പോൾ കംപ്ലീറ്റ് ഇലക്ട്രോൺ ഓക്സിജൻ അവിടെ സ്നാച്ച് ചെയ്ത് കൊണ്ടുപോയി. CO കംപ്ലീറ്റ് ഇലക്ട്രോൺസ്. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് ഇലക്ട്രോൺ കൂടെ ഓക്സിജൻ കൊണ്ടുപോയി. ഓക്സിജൻ ആണെന്നു നെഗറ്റീവ് ചാർജും കാർബൺ ആക്സസ് എ ഇലക്ട്രോഫൈൽ. ഓക്കെ അല്ലേ? അപ്പം കാർബൺ ആണ് ഇലക്ട്രോഫിലിക് സൈറ്റ്. പക്ഷേ തൊട്ടടുത്ത ഓക്സിജൻ അത് കാണുമ്പോൾ കാർബൺ നഷ്ടപ്പെട്ടു. അപ്പോൾ ഓക്സിജൻ എന്ത് ചെയ്യും? അവരുടെ ഇലക്ട്രോൺ കൊടുക്കും. അതോടെ കാർബണ് സാറ്റിസ്ഫൈ ആയില്ലേ? O നഷ്ടപ്പെട്ടു. പക്ഷേ ഓയ്ക്ക് നഷ്ടപ്പെട്ടാലും കാർബൺ സാറ്റിസ്ഫൈ ആയില്ലേ? ഓയിൽ കംപ്ലീറ്റ് ഇലക്ട്രോണ്. അങ്ങനെയായ കാർബൺ ഒരു നല്ല ഇലക്ട്രോഫൈൽ അല്ലല്ലോ. അപ്പോൾ ഇലക്ട്രോഫൈല് ലെസ് ആയിപ്പോയി, ലെസ് ഇലക്ട്രോഫിലിക് ആണല്ലോ. അപ്പോൾ ഇവിടെ റിയാക്ടിവിറ്റി എന്തായിപ്പോയി? കുറഞ്ഞു പോത്തില്ലേ? ഇനി നമ്മുടെ കാർബണിൽ നോക്കാം. C ഡബിൾ ബോണ്ട് OH. ഓക്സിജൻ ഇലക്ട്രോൺസ് വലിച്ചു. ഓക്സിജൻ കംപ്ലീറ്റ് ഇലക്ട്രോൺസ് വലിച്ചുകൊണ്ട് കൊണ്ടുപോയി. ഓക്സിജൻ നെഗറ്റീവ്, കാർബൺ പോസിറ്റീവ്. ഇനി ഒരു സാഹചര്യവും ഇല്ല കാർബണ് ഇലക്ട്രോൺസ് കിട്ടണ്ടേ. കാരണം H അല്ലേ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത്. ഇലക്ട്രോൺ കിട്ടേണ്ട ഒരു വഴിയില്ല, H പോവുക, അല്ലെങ്കിൽ അത് ഭയങ്കര പാടുക. അപ്പം കാർബൺ നല്ലൊരു സ്ട്രോങ് ഇലക്ട്രോഫൈലല്ലേ ഇവിടെ കമ്പയർഡ് ടു കാർബോക്സിലിക്. സ്ട്രോങ് ഇലക്ട്രോഫൈൽ, സോ ബെറ്റർ റിയാക്ടിവിറ്റി. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, സോ ബെറ്റർ റിയാക്ടിവിറ്റി. വീക്ക് ഇലക്ട്രോഫൈൽ, ലെസ് ഇലക്ട്രോഫിലിക്, ലെസ് റിയാക്ടിവിറ്റി. ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ കാരണം. അത് നമ്മൾ വേർഡ്സിലോട്ട് എഴുതിയാൽ മതി. ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് ഇത് തന്നെ നമ്മൾ വേർഡിങ്സിലോട്ട് എക്സ്പ്രസ് ചെയ്താൽ മതി. കാർബണും ഓക്സിജനിൽ ഓക്സിജൻ മോർ ഇലക്ട്രോനെഗറ്റീവ്, ഓക്സിജൻ സ്നാച്ചസ് ദ ഇലക്ട്രോൺ, സോ കാർബൺ ആക്സസ് എ ഇലക്ട്രോഫൈൽ. But immediately the lone pair on oxygen atom dedicates the electron. Lone pair on oxygen dedicates the electron to carbon. അതോടെ അതിൻ്റെ റിയാക്ടിവിറ്റി കുറഞ്ഞു. പക്ഷെ കാർബണിൽ അങ്ങനെ ഒരു സംഭവമില്ല. കാർബണ് ഭയങ്കരമായിട്ട് ഇലക്ട്രോഫൈൽ തന്നെയാണ്. അതുകൊണ്ടാണ് അവരുടെ റിയാക്ടിവിറ്റി, സോ ബെറ്റർ റിയാക്ടിവിറ്റി ആണു കാർബണ് ദാൻ ദാറ്റ് ഓഫ് കാർബോക്സിലിക്. ആൻഡ് ഹെൻസ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ ഇങ്ങനെ എഴുതിയും കാണിച്ചാൽ സോ ഗുഡ്. ഇവാലുവേറ്റ് ചെയ്യുന്ന പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഹൗ കോൺഫിഡൻറ്റ് യു ആർ. സോ ഗോ ടു ദ നെക്സ്റ്റ് വൺ.
Treatment of benzaldehyde with HCl gives a mixture of two isomers which cannot be separated even by careful fractional distillation. ഇപ്പോൾ എന്താ ഈ ബെൻസാൾഡിഹൈഡും HClനും കൂടെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബെൻസാൾഡിഹൈഡ് ഇപ്പോൾ റിയാക്ഷൻ മെക്കാനിസം വേണ്ട, ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് വരികയല്ലേ, ഇത് എഴുതണം എന്നില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. CH നമ്മൾ ഗിവ് റീസൺ അല്ലേ, അപ്പോൾ കാർബൺ പോസിറ്റീവ്, ഓക്സിജൻ നെഗറ്റീവ് ആയിപ്പോയില്ലേ. ഇത് HCN വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി H+ ഓക്സിജൻ്റെ അടുത്തോട്ടും CN ചെന്ന് കാർബണിൻ്റെ അടുത്തോട്ടും. അപ്പം നമ്മുടെ കമ്പൗണ്ട് കിട്ടുന്നത് CH OH ആൻഡ് CN. ഈ കാർബൺ ഒന്ന് നോക്കിക്കേ, 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. സോ ഇറ്റ് ഈസ് കൈറൽ ഇൻ നേച്ചർ അല്ലേ, കൈറൽ ഇൻ നേച്ചർ 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സാണ്. അതുകൊണ്ട് തന്നെ ദേ ക്യാൻ ബി റിട്ടേൺ ഈസ് 2 ഡിഫറെൻറ്റ് എനൻഷോമറിക് ഫോംസ്. അപ്പോൾ ഇതിൻ്റെ ഐസോമറിക് ഫോംസ് ചെയ്താലോ, ഐസോമറിക് ഫോംസ് ക്യാൻ ബി റിട്ടേൺ. അപ്പോൾ ആ കാർബൺ ആഫ്റ്റർ ദ റിയാക്ഷൻ കൈറൽ നേച്ചറാ, ഐസോമറിക് ഫോംസ് ക്യാൻ ബി റിട്ടേൺ സ്പെഷ്യലി നമ്മുടെ ഇനാൻഷോമേഴ്സ്. അപ്പോൾ ആ ഇനാൻഷോമേഴ്സ് ബാക്കിയുള്ള ക്വസ്റ്റ്യനാ. ദീസ് ഇനാൻഷോമേഴ്സ്, ആ ഐസോമേഴ്സ് എഴുതിയിരിക്കുന്നത് enantiomers cannot be separated by fractional distillation. Enantiomers form written cannot be separated by careful fractional distillation. Means fractional വെച്ചിട്ടും നടക്കത്തില്ല. By careful fractional distillation. ഓക്കെ അല്ലേ? ഫ്രാക്ഷണൽ ഡെസ്റ്റിലേഷൻ കണ്ടോ, എങ്ങനത്തെ ടൈപ്പൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പം നമുക്ക് കൺസെപ്റ്റ്സ് ഒക്കെ ഫുൾ അറിയാമെങ്കിലല്ലേ ഒക്കെ ഉള്ളൂ. ഓർഗാനിക് എന്ന് പറയുന്ന റിയാക്ഷനാണ്, പക്ഷെ ആ റിയാക്ഷൻ്റെ അർത്ഥം എത്ര നല്ലോണം മനസ്സിലാവുന്നു അത്രയും നമുക്ക് ആ കോൺഫിഡൻ്റ്ലി ആ ക്വസ്റ്റ്യൻ എടുക്കാം. അല്ലാതെ ഒത്തിരി നേരം കുത്തി ഇരുന്ന് പഠിച്ചിട്ടല്ല. ആ കോൺസെപ്റ്റ് ഷുഡ് ബി വെരി വെൽ ഡിഫൈൻഡ്, ക്ലിയർ. ഇപ്പം നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ അല്ലേ, റൈറ്റ്? ഉറങ്ങിയൊന്നും പോയില്ലല്ലോ. അപ്പോൾ ഒരു ഹോർലിക്സോ ബൂസ്റ്റോ ഒന്ന് കുടിച്ചൊക്കെ ഇരുന്നേ, ഒന്ന് ഫ്രഷ് ആയിക്കട്ടെ, എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യന് റെഡിയായിട്ടൊന്ന് കേട്ടേ. സോഡിയം ബൈസൾഫൈറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്യൂരിഫിക്കേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺ. അപ്പോൾ ഇതിൻ്റെ ആൻസർ പറയുന്നത് ഈ സോഡിയം ബൈസൾഫൈറ്റ് ആൽഡിഹൈഡ് ഓർ കീറ്റോണിൻ്റെ കൂടെ റിയാക്ട് ചെയ്യുള്ളൂ. ആൽഡിഹൈഡ്സ്, സോഡിയം ബൈസൾഫൈഡ് റിയാക്ട് വിത്ത് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഓൺലി. ആൽഡിഹൈഡും കീറ്റോണും വെച്ച് മാത്രമേ റിയാക്ഷൻ ചെയ്യുള്ളൂ, കീറ്റോൺസ് ഓൺലി. ഇംപ്യൂരിറ്റീസ് ഇതിലുള്ള ഇംപ്യൂരിറ്റീസ് ഇൻ ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ റിമെയിൻ അൺറിയാക്റ്റഡ്. ഇംപ്യൂരിറ്റീസ് ഇൻ aldehyde or ketone remains unreacted. Obviously easy ആയില്ലേ, remains unreacted. So നമ്മുടെ ക്വസ്റ്റ്യൻ ഇനി എന്താ റിയാക്ഷൻ എന്തായിരുന്നു? റിയാക്ഷൻ എഴുതണം എന്നില്ല, ഇത്രയും മാത്രമേ ഉള്ളൂ ആൻസർ. പക്ഷേ ആൽഡിഹൈഡ്സ് CH double bond O on treatment with sodium bisulfite. ശരിക്കും ഇത് റിയാക്ട് ചെയ്യുന്ന ഈ രീതിയാണ്. CHO ഓക്സിജൻ്റെ അടുത്തോട്ട് ഇലക്ട്രോൺ ചാടി നെഗറ്റീവ് ആൻഡ് കാർബൺ ബിക്കംസ് പോസിറ്റീവ് എന്നല്ലേ.
അപ്പോൾ ഈ ONAയും ഇവിടെ വരുന്നത് SO3H ആയിരുന്നു. പക്ഷെ ക്വിക്ക്ലി ഒരു പ്രോട്ടോൺ ട്രാൻസ്ഫർ ചെയ്യും. ആ പ്രോട്ടോൺ ട്രാൻസ്ഫർ മീൻസ് ഇത് ഇങ്ങോട്ടും നീങ്ങും, ഇത് ഇങ്ങോട്ടും. പ്രോട്ടോൺ ട്രാൻസ്ഫർ ആൻഡ് യു ഗെറ്റ് ദ ബൈസൾഫൈറ്റ് എഡക്റ്റ്. കിട്ടുന്നത് ദ ബൈസൾഫൈറ്റ് എഡക്റ്റ്. You get the bisulfite adduct. OH and SO3 Na. ഇത് കംപ്ലീറ്റ് വാട്ടർ സോള്യൂബിൾ ആണ്. ദിസ് ഈസ് വാട്ടർ സോള്യൂബിൾ. അപ്പോൾ ഇതാണ് നമ്മുടെ റിയാക്ഷൻ പറയുന്നത്. അത് റിയാക്ഷൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? റൈറ്റ്. സോ നല്ല വെറൈറ്റി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലേ? അപ്പം നല്ല സ്മാർട്ടായിട്ടൊക്കെ ഇരിക്കണം. ഇത് തന്നെ കയറി വന്നാൽ നമുക്ക് ചിലപ്പം തന്നെ എഴുതാനൊക്കെ പാടായിരിക്കും. ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ ക്വസ്റ്റ്യൻ ടൈപ്പ് സോൾവ് ചെയ്യണം. കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ. റൈറ്റ് ദ സ്ട്രക്ചേഴ്സ് ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഫോളോയിങ്. വളരെ സിമ്പിൾ. എൻഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് നമ്മുടെ ഫ്രിഡൽ ക്രാഫ്റ്റ് അല്ലേ? എൻഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡാണ് തന്നിരിക്കുന്നത്. ഫ്രിഡൽ ക്രാഫ്റ്റ് ഇൻ പ്രസൻസ് ഓഫ് കാർബൺ ഡൈസൾഫൈഡ് FC type of acylation. ഫ്രിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ. ഏതെങ്കിലും ഒരു പോർഷനിൽ നിന്ന് H പോയി വിത്ത് C. സോ യു ഗെറ്റ് HCl പോയി ബാക്കിയുള്ള കണക്ട് ചെയ്താലോ? യെസ്. ഇത് നമ്മൾക്ക് രണ്ടാം തവണയായി കമ്പൗണ്ട് വരുന്നത്. Remembered the compound? Yes, it is our acetophenone. ഇപ്പം നടക്കുന്ന റിയാക്ഷൻ ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ അനൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡും കാർബൺ ഡൈസൾഫൈഡിൻ്റെ പ്രസൻസിൽ യു ഗെറ്റ് ആസിറ്റോഫിനോൺ. അടുത്ത പിന്നെ ഒരു പ്രിപ്പറേഷൻ ഓഫ് കീറ്റോണ CH3COCl. സിമ്പിൾ സ്റ്റൈപ്പ്. 2 മോളിക്യൂളാ കാഡ്മിയം. ഇതും 2 മോളിക്യൂൾ എടുത്തു. അപ്പോഴേ നമുക്കറിയാം. ഇതൊന്ന് വിസ്തരിച്ചൊന്ന് എഴുതി വെച്ചേക്കാം. CH2 C6H5CH2 CD. ഒന്ന് മോഡുലേറ്റ് ചെയ്ത് എഴുതുവാന്നേ. ഡബിൾ ബോണ്ടോ CH3. ഇതും 2 എണ്ണം ഉണ്ട്. അപ്പം കാഡ്മിയം +2 അതുകൊണ്ടാണ് ഇത് 2 എണ്ണം എടുത്തത്. പോയല്ലോ. ബാക്കിയുള്ളത് ചേർത്ത് എഴുതിക്കേ. C6H5CH2 അത് 2 എണ്ണം ഉണ്ട്. C ഡബിൾ ബോണ്ട് O CH3. റൈറ്റ്. സോ ദാറ്റ്സ് അവർ കമ്പൗണ്ട് വാട്ട് വി അഗെയിൻ എ കീറ്റോൺ അല്ലേ? അപ്പം നമ്മുടെ പ്രിപ്പറേഷൻ ഓഫ് കീറ്റോണും കൂടെ ആയിരുന്നേ നമ്മൾ പറഞ്ഞത്. ഇറ്റ്സ് എ കീറ്റോണിക് പാർട്ട്. റൈറ്റ്. So write the structures of the product of the following reaction. ഈസി അല്ലേ? ഇപ്പോൾ രണ്ടും പ്രിപ്പറേഷൻ ഓഫ് കീറ്റോണിൻ്റെ ഒരു ഭാഗം കൂടെ ആകുന്നു. ഇപ്പോൾ സെറ്റ് അല്ലേ? പല രീതി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലാരിറ്റി വന്നില്ലേ? അടുത്തതിലോട്ട് ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ. 2 പെൻറ്റനോണും 3 പെൻറ്റനോണും ഇതിൽ നിന്ന് ഏത് റിയേജൻറ്റാണ്? ചിലപ്പോൾ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടില്ലായിരിക്കും. സെലേനിയം ഓക്സൈഡ് ഇത് കേട്ടിട്ടുണ്ട്. ഓക്സിഡൈസിങ് സിങ്ക് അമാൽഗം. റൈറ്റ്. ക്ലെമൻസിൻ്റെ റിഡക്ഷൻ. അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ അയഡിൻ NaOH പോകത്തുള്ളൂ. പക്ഷെ എന്താണെന്നൊന്ന് നോക്കിയേക്കാം. 2 പെൻറ്റനോൺ C ഡബിൾ ബോണ്ട് O. ദാറ്റ്സ് 2 പെൻറ്റനോൺ. 3 പെൻറ്റനോൺ റൈറ്റ്. ഒബ്വിയസ്ലി കാണുമ്പോൾ അറിയാം ഒരു മിഥൈൽ ടൈപ്പ് ഓഫ് കീറ്റോൺ അയോഡോ ഫോം ചെയ്യാമല്ലോ. ഇവിടെ ഒക്കത്തില്ലല്ലോ. സോ ദിസ് ഈസ് ഗിവിങ് എ പോസിറ്റീവ് അയോഡോ ഫോം ടെസ്റ്റ്. അവിടെ അങ്ങനെ ഒരു മിഥൈൽ COയുടെ തൊട്ടിപ്പുറത്ത്. ഇവിടെയും മിഥൈലില്ല, ഇവിടെയും മിഥൈലില്ല. സോ ദിസ് ഗീവ്സ് നെഗറ്റീവ് അയോഡോ ഫോം.
അപ്പോൾ രണ്ടിനെയും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനൊത്തല്ലോ. പോസിറ്റീവ് അയോഡോ ഫോം, നെഗറ്റീവ് അയോഡോ ഫോം, രണ്ടിനെയും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്തില്ലേ? ദാറ്റ്സ് ഇറ്റ്. സോ ദാറ്റ് ഈസ് അവർ അയോഡിൻ ആൻഡ് NaOH. Right? Come to the next question. Write the name of reagent and equation in the conversion of phenol to salicylaldehyde. One of our great reaction അല്ലേ, ഫിനോൾ തൊട്ട് സാലിസിലാൽഡിഹൈഡ്. അപ്പം നമുക്ക് ഫസ്റ്റ് ഒന്ന് എടുക്കാം. ഫിനോളിനെ സാലിസിലാൽഡിഹൈഡ് എഴുതി കഴിഞ്ഞ് നമുക്ക് ആ പേരും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഫിനോൾ ഇൻ ദ പ്രസൻസ് ഓഫ് റിയേജൻറ്റ്. ഇത് ഉറപ്പായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, കാരണം അത്രയും പ്രാവശ്യം ഇത് ഇമ്പോർട്ടൻസ് പറയുന്നതാണ്. ക്ലോറോഫോമും ഇൻ ദ പ്രസൻസ് ഓഫ് NaOH. NaOH അറ്റ് എ സർട്ടൈൻ ടെമ്പറേച്ചർ. ആ NaOH കൊണ്ട് ഇത് ONa ആയി മാറിയെന്നേ ഉള്ളൂ. ഒരു HCl പോയി, ബാക്കി നമുക്ക് വരുന്നത് CHCl2. ഈ പ്രൊഡക്റ്റ് ഒരു ഇൻ്റർമീഡിയറ്റാ, സ്റ്റെബിലിറ്റി ഒക്കെ വലുതായിട്ടില്ല. അടുത്ത ഇതിൽ നിന്ന് പോവാമെന്ന്. പകുതി പെട്ടി കിട്ടിയില്ലേ? എന്തായിരിക്കും കമ്പൗണ്ട്? യെസ്, നിങ്ങൾ ഊഹിക്കുന്നത് തന്നെയാണ്. ഹൈഡ്രോലൈസിസ്. H2യും Oയും, 2 HCl അങ്ങ് പോയി, Hഉം Clഉം. ബാക്കി നമുക്ക് കിട്ടുന്നത് ONa and you get a aldehyde. സോഡിയം സോൾട്ട് ഓഫ് അല്ലേ, ബെൻസാൽഡിഹൈഡ് അല്ലേ വരുന്നേ. ഇനി അടുത്ത സിമ്പിൾ നമ്മൾ ഹൈഡ്രോലൈസിസ്, സിമ്പിൾ ഹൈഡ്രോലൈസിസ്. NaCl ആയിട്ട് പോയി and H comes back to its place, OH CH, and that's our orthohydroxy benzaldehyde, or we can say salicylaldehyde. ഏത് റിയാക്ഷനാ പിടികിട്ടിയോ ഇത്രയും വരെ ആയപ്പം? കറക്റ്റാ. ഇറ്റ് ഈസ് അവർ RT, റൈമർ-ടൈമൻ റിയാക്ഷൻ. റൈമർ-ടൈമൻസ് റിയാക്ഷൻ. റൈമർ-ടൈമൻസ് റിയാക്ഷൻ, RT എന്ന് പറയുന്നത് റിയാക്ഷൻ. ഓക്കെ അല്ലേ? അടുത്തയിലോട്ട് നീങ്ങിയേക്കാം. ആനിസോൾ ടു പാരാമിത്തോക്സി ആസിറ്റോഫിനോൾ. അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്നുകൂടി ഇല്ലേ, കോൾബ്സ്, നമ്മുടെ സാലിസിലിക് ആസിഡ്. തുടക്കം ആദ്യത്തെ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ, അല്ലേ? ഉറപ്പായിട്ട് കാണണം, കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട് ഈ സാലിസിലാൽഡിഹൈഡിൻ്റെ യൂസ്. കാല് വേദന, കൈ വേദന, മുട്ടുവേദന, ഇതെല്ലാം ഞാനൊരു അഡ്വർടൈസ് ഒന്നും അല്ല കേട്ടോ, ബ്രാൻഡഡ് അഡ്വർടൈസ് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് പറയായിരുന്നു. ഇതെല്ലാം സാലിസിലാൽഡിഹൈഡ് വെച്ചിട്ടാണ് ഉണ്ടാവുന്നത്. സോ കമ്മിങ് ടു ആനിസോൾ. ആനിസോൾ ഇതേഴ്സിൻ്റെ ആനിസോൾ OCH3, മിത്തോക്സി. അതിനെ പാരാമിത്തോക്സി ആസിറ്റോഫിനോൺ ആക്കണം. ശരി, നമ്മളിത് ഒന്ന് ചെയ്തിട്ടുണ്ടല്ലേ? റൈറ്റ്. ഇൻ ദ പ്രസൻസ് ഓഫ് പാരാമിത്തോക്സി ആസിറ്റോഫിനോൺ. ഫ്രിഡിൽ ക്രാഫ്റ്റ് അല്ലേ? അപ്പം നമ്മുടെ anhydrous അലുമിനിയം ക്ലോറൈഡ് ഇല്ലാതെ ഒന്നും നടക്കത്തില്ലല്ലോ. FC. ആദ്യമേ കയറി ഫ്രിഡൽ ക്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഫുള്ള് പറഞ്ഞേനെ, അതുകൊണ്ടാണ് ഹൈഡ് ഔട്ട് ചെയ്ത്. ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷൻ. സോ ഒബ്വിയസ്ലി പാര ആന്നു മേജർ പ്രൊഡക്റ്റ്. അപ്പോൾ പാരയിൽ നിന്ന് ഒരു HCl പോയിട്ട് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആന്നു OCH3 and we have COCH3. That's your para-methoxy acetophenone. Para-methoxy acetophenone. ക്ലിയർ ആയില്ലേ? ഡൺ. അപ്പോൾ ഇതേഴ്സിൻ്റെയും നമ്മുടെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആകുന്നു. സോ ഗോയിങ് ഫോർ ദ നെക്സ്റ്റ്. അപ്പോൾ കുറേ കൺവേർഷൻസ്, ലാസ്റ്റ് ടൈം കൺവേർഷൻസ് കുറച്ചായിരുന്നു, ഈ പ്രാവശ്യം കൺവേർഷൻ കുറച്ച് കൂട്ടിയാണ് പറഞ്ഞിരിക്കുന്നത്.
കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ. റൈറ്റ്, നമ്മൾ പറയത്തില്ലേ എല്ലാം ഉണ്ടെങ്കിലും ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് ടേം വരാതെ രക്ഷയില്ല. സോ അതേമാതിരിയാണ് നമ്മുടെ ആസിഡിക് സ്ട്രെങ്ത്, ഇല്ലാതെ ഒരു രക്ഷയില്ല. അതില്ലാതെ നമുക്ക് ക്വസ്റ്റ്യൻസ് എടുക്കാനൊക്കത്തില്ല. അപ്പോൾ ആസിഡ് സ്ട്രെങ്ത് കൂടുന്നത് COH ഗ്രൂപ്പ് വേണം. COH ഗ്രൂപ്പ് ഷുഡ് ബി പ്രസൻറ്റ്. പിന്നെ നമ്മുടെ ഇലക്ട്രോൺ -I ഇഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പ് should be near to COH. Means distance കൂടാൻ പാടില്ല, ഡിസ്റ്റൻസ് കുറയണം. അങ്ങനെയാണ് ആസിഡിക് കൂടും. -I ഗ്രൂപ്പ് should be near to COH. ഡിസ്റ്റൻസ് ലെസ് ആയാൽ ആസിഡിക് കൂടും. അങ്ങനെയായ ഉറപ്പായിട്ട് ഈസി ആയിട്ട് പറയാമല്ലോ. ഏറ്റവും അടുത്ത് COH നിൽക്കുന്നത്. പിന്നെ -I കൂടിയാലും ആസിഡിക് കൂടുമേ. -I ഇൻക്രീസസ്, ആസിഡിക് സ്ട്രെങ്ത് ഇൻക്രീസസ്. -I കൂടും, ആസിഡിക് സ്ട്രെങ്ത് ഇൻക്രീസ്. ഓക്കെ, അപ്പം നമ്മുടെ COH തൊട്ടടുത്ത് നമ്മുടെ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉള്ളത്. യെസ്, CH തൊട്ടടുത്തില്ലേ. അപ്പം നമ്മുടെ ഇൻക്രീസിങ് ഓർഡർ ആണു പറഞ്ഞിരിക്കുന്നത്. യെസ്, ഇൻക്രീസിങ് ഓർഡറാണ്. റൈറ്റ്, അപ്പം ഏറ്റവും കൂടുതലുള്ളതിന് അവസാനം നമുക്കങ്ങ് എഴുതിയേക്കാം. ആ ഓർഡറും കൂടെ വേണ്ടേ. CH3, CH2, CH, Br, COH. ഇതിനാ ഏറ്റവും കൂടുതൽ നിയർ. അത് കഴിഞ്ഞിട്ട് Br ഇല്ലാത്തതും Br ഉള്ളത്. അപ്പോൾ ഒബ്വിയസ്ലി Br ഉള്ളതല്ലേ വരുന്നേ. CH3, CH, Br, CH2, COH. കുറച്ച് ഡിസ്റ്റൻസ് കൂടി പോയില്ലേ, ഇവിടെ നിന്ന് ഇവിടെ വരില്ലേ. ആൻഡ് ദെൻ വി ഹാവ് CH3, CH2, COH. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ പോയിൻറ്റ്സ് അല്ലേ. ഇപ്പോൾ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ എടുക്കണമെങ്കിൽ ഈ പോയിൻറ്റ്സ് ഒന്ന് നോക്കിയാൽ മതിയല്ലോ. അടുത്തതിലോട്ടൊന്ന് നീങ്ങിയേക്കാം. അപ്പോൾ ആസിഡിക് സ്ട്രെങ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കൂടിയാണ്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഹൈലി ബ്രാഞ്ച്ഡ് കാർബോക്സിലിക് ആസിഡ്സ്. അവർ ലെസ് ആസിഡിക്കാണ്. എന്നാൽ അൺബ്രാഞ്ച്ഡ് ആസിഡ്സിന് അത്രയില്ല. അതെന്താ? ഹൈലി ബ്രാഞ്ച്ഡ് കാർബോക്സിലിക് ആസിഡ്സ് ദേ ആർ ലെസ് ആസിഡിക് ദാൻ അൺബ്രാഞ്ച്ഡ് ആസിഡ്സ്. കാര്യം പിടി കിട്ടിയല്ലോ. COH ഭയങ്കരമായിട്ട് ബ്രാഞ്ചിങ് ഒക്കെ വരുമ്പോൾ, ഇത് തന്നെ അൺബ്രാഞ്ച്ഡ് എന്ന് പറയുമ്പോൾ 1, 2, right? So that is our unbranched acid and the other one is highly branched. 4 carbon, 4 carbon. ഈ ഹൈലി ബ്രാഞ്ച്ഡ് വരുമ്പോൾ നമ്മുടെ സോൾവെൻറ്റ് ഇവിടെ യൂസ് ചെയ്യുമ്പോൾ ആ സോൾവേഷൻ എഫക്റ്റ് കറക്റ്റായിട്ട് വരുന്നില്ല, ഷീൽഡ് ചെയ്യുന്നില്ല. അതേ സമയത്ത് അൺബ്രാഞ്ച്ഡ് ആൻഡ് സോൾവേഷൻ എഫക്റ്റ് വളരെ കൂടുതലാണ്. സോൾവേഷൻ എഫക്റ്റ് വാട്ടർ ആഡ് ചെയ്യുന്നത്, സോൾവേഷൻ എഫക്റ്റ് കൂടുതൽ. അതേ സമയത്ത് ഇവിടെ സോൾവേഷൻ എഫക്റ്റ് അത്രയും കൂടുതലല്ല, സോൾവേഷൻ ഇഫക്റ്റ് ലെസ്. ഈ ഒറ്റ ഒരു കാര്യം മതി നമുക്ക് പറയാൻ, ഹൈലി ബ്രാഞ്ച്ഡ് കാർബോക്സിലിക് ആസിഡ്സ് ദേ ആർ ലെസ് ആസിഡിക് ദാൻ ദാറ്റ് ഓഫ് ദി അൺബ്രാഞ്ച്ഡ് ആസിഡ്സ്. അല്ലാതെ നമുക്ക് ഒത്തിരി അങ്ങോട്ട് പോയിൻറ്റ്സിലോട്ട് പോകണം എന്ന് ആവശ്യമില്ല. ജസ്റ്റ് ഈ സിമ്പിൾ പോയിൻ്റ് അവിടെ എടുത്താൽ മതി. റൈറ്റ്? അപ്പോൾ ബ്രാഞ്ച്ഡ് ചെയിൻ, ഇനി കുറച്ച് വേർഡിങ്സിലോട്ട് ഇതാണ് മെയിൻ കാരണം. നമുക്ക് ഒന്ന് പറഞ്ഞേക്കാം. ബ്രാഞ്ച്ഡ് ചെയിൻ വന്നാൽ, ബ്രാഞ്ച്ഡ് ചെയിന് ആസിഡ് എന്ന് പറയുമ്പോൾ ബ്രാഞ്ചിങ് കൂടുതലായിട്ട് വന്ന ബ്രാഞ്ച് ചെയിൻ ആസിഡ് ഈ ഷീൽഡഡ് ഫ്രം ദ സോൾവെൻറ്റ് മോളിക്യൂൾ.
or by the solvent molecule. Solvation എന്ന് പറഞ്ഞില്ലേ, branch chain is shielded from the solvent molecules and cannot be stabilized. Cannot be stabilized. Solvation, അതാ സോൾവേഷൻ എഫക്റ്റ് ലെസ്. സോൾവേഷൻ എഫക്റ്റ് കൂടല്ല, കാരണം അൺബ്രാഞ്ച്ഡിന് സ്റ്റെബിലൈസേഷൻ കൂടല്ല. അൺബ്രാഞ്ച്ഡ് സ്റ്റെബിലൈസേഷൻ ഈസ് മോർ. ഫിനിഷ്. ദാറ്റ്സ് ദ ആൻസർ വൈ ഹൈലി ബ്രാഞ്ച്. അപ്പം വളരെ ടിപ്പിക്കലായിട്ടുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ. ഹൈലി ബ്രാഞ്ച് കാർബോക്സിലിക് ആസിഡ്, that's why it is less acidic than that of unbranched acids. Okay, അപ്പോൾ ഈ ഒറ്റ ഒരു റീസൺ മതി, റൈറ്റ്? സോ ഈ ഒറ്റ ഒരു റീസൺ മതി നമുക്ക് ആ ഒരു ഡിഫറൻസ് പറയാൻ. ഹൈലി ബ്രാഞ്ച് കാർബോക്സിലിക് ആസിഡ്, they will be less acidic than that of the unbranched one. അപ്പോൾ ബ്രാഞ്ച് ചെയിൻ ആസിഡ് ഷീൽഡ് ചെയ്യുന്ന സോൾവെൻറ്റ് മോളിക്യൂൾ സ്റ്റെബിലൈസേഷൻ ആവുന്നില്ല, പക്ഷെ അൺബ്രാഞ്ച് ചെയിന് സോൾവേഷൻ എഫക്റ്റ് കൂടുതലായോണ്ടാണ്. ഡൺ അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇനി വന്നു കഴിഞ്ഞായിരുന്നെങ്കിൽ ഡിഫിക്കൽട്ടായി മാറത്തില്ലേ? സോ ദാറ്റ്സ് വൈ. സോ ക്യാൻ വി മൂവ് ടു ദ നെക്സ്റ്റ് വൺ? യെസ്. ഗീവ് എക്സ്പ്ലനേഷൻ ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. ഇത് നമ്മുടെ NCERTയിലെ ബാക്ക് സൈഡിലൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉള്ളതാണ് കേട്ടോ. പക്ഷെ ചിലപ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്ത് കാണത്തില്ല. ലെറ്റ്സ് സി എന്താ. സൈക്ലോഹെക്സനോൺ ഫോം സൈനോഹൈഡ്രീൻ ഗുഡിയൽ. സിമ്പിൾ ഒറ്റ വേർഡ് റീസണാണ്. ബട്ട് 2,2,6 ട്രൈമിഥൈൽ സൈക്ലോഹെക്സനോൺ ഡസ് നോട്ട്. ഇപ്പോൾ സൈക്ലോഹെക്സനോണിൻ്റെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സൈക്ലോഹെക്സനോൺ, റൈറ്റ്? സൈക്ലോഹെക്സനോൺ, റൈറ്റ്? സൈക്ലോഹെക്സനോൺ forms cyanohydrin in good yield, but 2,2,6 trimethyl. ഇനി 2,2,6 trimethyl cyclohexanone ഒന്ന് നീക്കാം. സൈക്ലോഹെക്സനോൺ 1 എങ്ങനെ വേണേലും സ്റ്റാർട്ട് ചെയ്തു. 2,2 trimethyl, right? 2,2 മിഥൈൽ എടുത്തു. 3, 4, 5, 6, right? So 1, 2, 2, 6, 2,2,6 ട്രൈമിഥൈൽ സൈക്ലോഹെക്സനോൺ ചെയ്യുന്നില്ല, ഡസ് നോട്ട്. സോ എന്താ റീസൺ? സിമ്പിളായിട്ട് നമുക്ക് തന്നെ പറയാം. ഇപ്പോൾ ഇവിടെ കാർബൺ കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവാ. അപ്പോൾ ഏത് രീതിയിലാണ് വരിക? കാർബണ് ഓക്സിജൻ മൊത്തം ഇലക്ട്രോൺസ് എടുത്തു, കാർബൺ പോസിറ്റീവായി. അപ്പോൾ സൈനോഹൈഡ്രിൻ, ദാറ്റ് മീൻസ് റിയാക്ഷൻ വിത്ത് HCN. HCN കയറി വരുന്നത് സി ആൻഡ് O മൈനസ് അല്ലേ. ഒയുടെ കൂടെ ആര് നിൽക്കും? H. ആൻഡ് സിയുടെ കൂടെ ആരാ? സൈനോഹൈഡ്രിൻ. ഇനി അത് തന്നെ ഇവിടെയും സംഭവിക്കുന്നത് ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് HCN, റൈറ്റ്? അപ്പം റിയാക്ഷൻ എഴുതാന്നല്ല, ആൻസറിലോട്ട് വരിക. CH3, 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 OH ആൻഡ് CN അല്ലേ, റൈറ്റ്? അത് തന്നെയല്ലേ അവിടെയും നമ്മൾ പറഞ്ഞ OH ആൻഡ് CN. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് ഭയങ്കര കൂടുതലല്ലേ. അതുകൊണ്ട് തന്നെ ആ CN അറ്റാക്ക് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. കുറേ ആൾക്കാരുണ്ട്, റൈറ്റ്? ഡെൻസ് ആൾക്കാർ. അതുകൊണ്ട് സ്റ്റെറിക് ഹിൻഡ്രൻസ് കൂടുതൽ ഇവിടെയാ. സോ പക്ഷേ ഇവിടെ അതേ സമയത്ത് CN എൻ്റർ ചെയ്യാൻ വളരെ ഈസി അല്ലേ. അപ്പം അതാണെന്നും നമ്മൾ പറയണ്ടേ. ഹിയർ സ്റ്റിയറിക് ഹിൻഡ്രൻസ് ഈസ് മോർ. സ്റ്റിയറിക് ഹിൻഡ്രൻസ് കൂടുതലാണ് വരുന്നത്. സ്റ്റിയറിക് ഹിൻഡ്രൻസ് പറഞ്ഞാൽ കുറേ ഗ്രൂപ്പ്സ് വരുന്നുണ്ട്. സ്റ്റിയറിക് ഹിൻഡ്രൻസ് ഈസ് മോർ. സോ CNൻ്റെ ആ എഫക്റ്റീവ് രീതി കുറഞ്ഞു പോകും. സോ CN can't react effectively. Can't react effectively. അതാ അവിടെ പറയാവുന്ന കാര്യം. അതേ സമയത്ത് ഇവിടെ സ്റ്റെറിക് ഹിൻഡ്രൻസ് കുറവാണ്. സോ CN നല്ല രീതിയിൽ റിയാക്ട്. സ്റ്റെറിക് ഹിൻഡ്രൻസ് ഈസ് ലെസ്.
hence it can react effectively, is less, hence can react effectively, can react effectively. Correct അല്ലേ? Yes, that's it. സോ ഇതായിരുന്നു നമ്മുടെ റീസൺ പറയാം. ഇക്വേഷൻ എഴുതണമെന്നില്ല, പിന്നെ ഓർഗാനിക് ആ ഇക്വേഷൻ ഇല്ലാതെ ഒക്കത്തില്ലാന്ന് വിചാരിച്ച റിയാക്ഷൻ എഴുതിയെന്നേ ഉള്ളേ. ക്യാൻ വി മൂവ് ടു ദ നെക്സ്റ്റ് വൺ? വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ, മിക്കവാറും നമ്മുടെ 2025 ഒരു ചാൻസ് ഉള്ളതാണ് കേട്ടോ. ദർ ആർ 2 ഗ്രൂപ്പ്സ് ഇൻ സെമി കാർബസൈഡ്. ഹവർ നമ്മുടെ എലിമിനേഷൻ റിയാക്ഷൻ്റെ ന്യൂക്ലിയോഫിലിക് അഡീഷൻ എലിമിനേഷൻ കോളമിൽ വന്ന ക്വസ്റ്റ്യൻ, 2 ഗ്രൂപ്പുണ്ട് സെമി കാർബസൈഡ്. എന്നാൽ ഒരെണ്ണം മാത്രമേ ആന്നു ഇൻവോൾവ് ആവുന്നുള്ളൂ. അതെന്താ കാരണം? നമുക്ക് ഇങ്ങനെയൊക്കെ ഗ്രൂപ്പ്സ് അല്ലേ, ഓക്കെ വട്ടവർ, അത് ബെൻസിൻ ആവണമെന്നും ഇല്ല കേട്ടോ. സാധാരണ രീതിയിൽ എടുത്താൽ മതി, ബെൻസിൻ ആവണമെന്നും ഇല്ല, കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ഓക്കെ, സെമി കാർബസൈഡ് സി ഡബിൾ ബോണ്ട് ഓ NH2. ഇപ്പോൾ ഓർക്കുന്നില്ലേ എന്താ റിയാക്ഷൻ? NH2. നമ്മളെ പഠിപ്പിക്കാൻ നേരത്ത് മിക്കവാറും പറയുന്നത് ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഏത് വെച്ച് റിയാക്ട് ചെയ്തു? നമ്മൾ പറയുന്നത്, അല്ലാതെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇവിടെ നിന്ന് H2O മാറ്റുക, ഇപ്പുറത്തുനിന്ന്, കാരണം ഇപ്പുറത്തുകൊണ്ട് H2O, പക്ഷെ ഇപ്പുറത്തുനിന്ന് മാറ്റിയാൽ മതി. ആൻഡ് യു റൈറ്റ് ഇറ്റ് സെമി കാർബസോൺ CH3CH ഡബിൾ ബോണ്ട് NH C ഡബിൾ ബോണ്ട് O NH2. അപ്പോൾ അവർ പ്രത്യേകിച്ച് പറയുന്നുണ്ട് CONH2 ഡോണ്ട് ടേക്ക് ദിസ് ഗ്രൂപ്പ്. അപ്പോൾ അതിനെന്താ കാരണം? അപ്പോൾ എന്താ എഫക്റ്റീവ് റീസൺ? ഇത് നമുക്കറിയാം, ഇവിടെ ഈ എന്നിൻ്റെ ലോൺ പെയർ കണ്ടിട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ റിയാക്ഷൻ ചെയ്യുന്നത്. അപ്പം നമ്മുടെ എന്താ ഈ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്ന ഒരു മറുപടി നമുക്ക് കൊടുക്കാവുന്നത്? NH C ഡബിൾ ബോണ്ട് O NH2. സെയിം അഗെയിൻ ആ ഒരു ബുദ്ധിമുട്ട് തന്നെ വരുന്നുണ്ട്. the same ഡിഫിക്കൽട്ടി. കാർബണും ഓക്സിജനകത്ത് ഓക്സിജൻ കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ്, ഇലക്ട്രോൺസ് ഓക്സിജൻ വലിച്ചെടുക്കും. കാർബൺ പോസിറ്റീവ് ആവിയില്ലേ? ഇപ്പോൾ NH2 NH C ഓക്സിജൻ വലിച്ചെടുത്തു, ഇലക്ട്രോൺ കാർബൺ ബിക്കംസ് പോസിറ്റീവ്. ഈ കാർബണെ പോസിറ്റീവ് കാണുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് അത് അടുത്ത് വരുന്നതിൻ്റെ ഇലക്ട്രോൺസ് വലിച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഇലക്ട്രോൺ വലിച്ചെടുക്കത്തില്ലേ? ആൻഡ് ഇഫ് ദാറ്റ് ഈസ് ദ കേസ്, ഈ ഇലക്ട്രോൺ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ NH2-ന് ഇലക്ട്രോൺസ് ഇല്ല. NH2 ഹാസ് നോ ഇലക്ട്രോൺസ്. പിന്നെ അതെങ്ങനെയാ ആൽഡിഹൈഡിൻ്റെ ഗ്രൂപ്പിന് ഇലക്ട്രോൺസ് കൊടുക്കുക? ഹാസ് നോ ഇലക്ട്രോൺസ് ലെഫ്റ്റ്. ഇലക്ട്രോൺസ് ഇല്ല, so they become electrophile. has no electrons, so they act as electrophile. നമുക്ക് ന്യൂക്ലിയോഫൈൽ അല്ലേ വേണ്ടേ? so they act as electrophile. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഈ റിയാക്ഷൻ നടക്കത്തില്ല, കാരണം NH2 ഇലക്ട്രോഫൈലാണ്. ഇനി മറിച്ച് ഇപ്പുറത്തെ നോക്കിക്കേ, NH2 NH C ഡബിൾ ബോണ്ട് O NH2. എവിടെയുള്ളതാ നമ്മൾ വച്ചിന്? ഇതങ്ങോട്ട് ഓക്സിജൻ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഉടനെ ഈ NH ഇങ്ങോട്ട് സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷെ ആ NH-ന് കുഴപ്പമില്ല, അപ്പുറത്ത് ഡബിൾ ബോണ്ടായി മാറുന്നില്ലേ? അപ്പോൾ ഈ ഇലക്ട്രോൺ സേഫാണ്, ഇതെവിടെയും പോകുന്നില്ല. സോ ദിസ് വിൽ റിസൾട്ട് ഇൻ ഫോർമേഷൻ ഓഫ് NH2. അവരുടെ ലോൺ പെയർ അവരുടെ കയ്യിൽ തന്നെയാണ്. NH, ഇപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട്, ഇലക്ട്രോൺസ് ഇങ്ങോട്ട് കയറി വരും, O മൈനസ് NH2. അപ്പം ആ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് കയറി വരിക, ഈ രണ്ടെണ്ണം.
അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഒന്നും നടക്കുന്നില്ല. സോ സ്റ്റിൽ ദിസ് വിൽ ആക്ട് ആസ് എ ന്യൂക്ലിയോഫൈൽ. അപ്പം നമുക്ക് വേണ്ടത് ന്യൂക്ലിയോഫൈലാണ്. ഇപ്പുറത്തെ NH2 ആണെങ്കിൽ എന്താ, അത് ഇലക്ട്രോഫൈലായിട്ട് മാറുന്നു. കാരണം ഇലക്ട്രോൺസ് ഓക്സിജൻ വലിച്ചെടുക്കുമ്പോൾ കാർബണെ സഹായിക്കാൻ NH2 ലോൺ പെയർ സഹായിക്കും. അതോടെ അത് ഇലക്ട്രോഫൈലായി മാറി. പക്ഷേ NH2 NHCO NH2-നകത്തെ NH2-ക്ക് ഒന്നും പറ്റുന്നില്ല. കാരണം വരുവാണെങ്കിൽ തന്നെ NHൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് വാങ്ങിക്കും. ആൻഡ് ദാറ്റ്സ് ദ റീസൺ only one is involved in the formation of semicarbazole. അതാണ് ടീച്ചേഴ്സ് പറയുന്നത്. NH2 NH അതിൻ്റെ H2 അങ്ങ് വലിച്ചെടുത്താൽ മതി, അല്ലാതെ CONH2ൻ്റെ അടുത്ത് പോവല്ലേ. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ വേർഡിങ്സിനകത്ത് എഴുതുന്നത്. ഫോർ എക്സ്പ്ലെയിനിങ് ദ റീസൺ. ഈസി അല്ലേ? പക്ഷേ നല്ല റേഞ്ചുള്ള ക്വസ്റ്റ്യൻ. അടുത്ത, ഡ്യൂറിങ് ദ പ്രിപ്പറേഷൻ ഓഫ് എസ്റ്റേഴ്സ് ഫ്രം കാർബോക്സിലിക് ആസിഡ് ആൻഡ് ആൻ ആൽക്കഹോൾ in the presence of an acid catalyst, the water or ester should be removed. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് പക്കായിട്ട് അറിയാം. COOH ROH in the presence of concentrated H2SO4 forms a ester. RC double bond O ഫോമേഷൻ ഓഫ് എസ്റ്റർ. എന്തെങ്കിലും ആയിക്കോട്ടെ. ആൻഡ് വാട്ടറും കൂടെയല്ലേ കൂടെ പോകുന്നേ. അപ്പോൾ അവർ പറയുന്ന ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് പ്രിപ്പറേഷൻ ഓഫ് എസ്റ്റർ ഫ്രം കാർബോക്സിലിക് ആസിഡ് അല്ല എഴുതാനാ ഗ്യൂറിസം പോലെ, കാർബോക്സിലിക് ആസിഡ് ആൻഡ് ആൽക്കഹോൾ ഇൻ ദ പ്രസൻസ് ഓഫ് ആസിഡ് കാറ്റലിസ്റ്റ്, ദ വാട്ടർ ഓർ എസ്റ്റർ ഷുഡ് ബി റിമൂവ്ഡ് as soon as it is formed. കാരണം ഈ വാട്ടർ നിലനിന്നാൽ റിയാക്ഷൻ നേരെ തിരിച്ചടിക്കും. സോ പ്രസൻസ് ഓഫ് വാട്ടർ will make the reaction in the backward direction, will result in ആ വാട്ടർ മാറ്റിയില്ലെങ്കിൽ നേരെ തിരിച്ചടിക്കും. ആസിഡ് ആൻഡ് ആൽക്കഹോൾ തിരിച്ചു കിട്ടും. വിൽ റിസൾട്ട് ഇൻ ബാക്ക്വേർഡ് റിയാക്ഷൻ. ഈക്വിലിബ്രിയം ഷിഫ്റ്റ് ആയിപ്പോയി. ബാക്ക്വേർഡ് റിയാക്ഷൻ. ഈക്വിലിബ്രിയം ഷിഫ്റ്റ്സ് ടു ദ റൈറ്റ്. ഈക്വിലിബ്രിയം ഷിഫ്റ്റ്സ് ഫ്രം ബാക്ക് ടു ഫ്രണ്ട്. ലെഫ്റ്റ് റൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആണോ? സോ ഈക്വിലിബ്രിയം വിൽ ഷിഫ്റ്റ് ടുവേർഡ്സ് ദ ലെഫ്റ്റ്. Result in backward. Equilibrium shifts in the opposite direction. Equilibrium shifts. ഇനി ലെഫ്റ്റ് റൈറ്റ് അറിയില്ലേ, ഫ്രം പ്രൊഡക്റ്റ് ടു റിയാക്ട്. equilibrium shift ആയി. അപ്പോൾ പ്രസൻസ് ഓഫ് വാട്ടർ വിൽ റിസൾട്ട് ഇൻ ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടുതലാവും. ബാക്ക്വേർഡ് റിയാക്ഷൻ, equilibrium shift, and thus acid and alcohol is again formed. Acid and alcohol will be formed again in more amount. Will be formed again. അപ്പോൾ ആ ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് വിൽ ബി ഫോംഡ് അഗെയിൻ. അപ്പം നമ്മൾ ഇക്വിലിബ്രിയമിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക. സോ പ്രസൻസ് ഓഫ് വാട്ടർ വിൽ റിസൾട്ട് ഇൻ ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇക്വിലിബ്രിയം ഷിഫ്റ്റ്സ് ആൻഡ് ദസ് ആസിഡ് ആൻഡ് ആൽക്കഹോൾ വിൽ ബി ഫോംഡ് അഗെയിൻ. അതാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യു ഹാവ് ടു റിമൂവ് വാട്ടർ ടു പ്രിവെൻറ്റ് ദിസ്. അപ്പോൾ റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റ് അല്ല, റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റ് റിയാക്റ്റൻ്റ്. To prevent this, water has to be removed. To prevent this, water has to be removed. Okay? So, that was our explanation. Right? So, children, that was aldehyde, ketones and carboxylic acid. നല്ല ഒരു റേഞ്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. ഒബ്വിയസ്ലി ആൽഡിഹൈഡ് കീറ്റോണിനെ സംബന്ധിച്ച് ആൻഡ് കാർബോക്സിലിക് ആസിഡിനെ സംബന്ധിച്ച് ഏറ്റവും മോഡുലേറ്റ് ചെയ്ത് ഏറ്റവും ആപ്ലിക്കേറ്ററി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഒബ്വിയസ്ലി വീഡിയോ വാച്ച് ചെയ്യുക ആൻഡ് ഡെഫിനറ്റ്ലി ഗോ ഫോർ സോൾവിങ് ദീസ് ക്വസ്റ്റ്യൻസ്. കാരണം ഒരു റേഞ്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതായിരിക്കും ചോദിക്കാവുന്നത്. നല്ല ഡിഫിക്കൽട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മളതൊന്നും സാക്രിഫൈസ് ചെയ്യാൻ നിൽക്കല്ലേ. ജസ്റ്റ്
look at this video, try to learn, right, and try to score good marks, right. So thank you, thanks for watching, and obviously keep smiling and keep studying. Thank you.